ദൈവം നൽകിയ വെളിപ്പാടിനും ദർശനത്തിനും അനുസരണക്കേട് കാണിക്കാതെ അഹോരാത്രം അധ്വാനിക്കുകയും അനുനിരന്തരം പ്രാർത്ഥനയോടും കൂടെ സുവിശേഷ സായാഹ്നങ്ങൾ ഒരുക്കുന്ന അഭിഷക്ത നേതൃത്വത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ബ്ലസ് കോവളത്തിൻ്റെ നിയോഗം ലഭിച്ച പാസ്റ്റർ ബാലു അവர்களോടുള്ള സ്നേഹവും ആദരവും നന്ദിയും അറിയിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എക്സിക്യൂട്ടീവ്സിനെ ഓരോരുത്തരെയും വന്ദനം ചെയ്യുന്നു. അഹോരാത്രം അധ്വാനിക്കുന്ന ദൈവജനത്തിന് ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാരത്തും ദൂരത്തുമായി ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടെ ക്രൈസ്തവ വന്ദനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. ഞാൻ അയോഗ്യനാണെന്നും അപ്രാപ്തനാണെന്നുമുള്ള നല്ല തിരിച്ചറിവോടുകൂടെ ഈ സായാഹ്നത്തിൽ എൻ്റെ മേൽ പകർന്ന ദൈവകൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അധരങ്ങളിലും എൻ്റെ ബുദ്ധിമണ്ഡലത്തിലും പകർന്ന ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് ഈ സായാഹ്നത്തിലെ ദൈവവചന ധ്യാനത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുകയാണ്. ആമുഖം ദീർഘിപ്പിക്കാതെ ഇന്ന് രാത്രികാലത്തെ നമ്മുടെ ധ്യാനത്തിനായി സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. 4-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം, 4-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എനിക്ക് നിർഭയം വസിക്കുമാറാക്കുന്നത്. 4-ാം സങ്കീർത്തനം ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ച ഭക്തൻ്റെ പ്രാർത്ഥനയാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ച ഭക്തൻ്റെ പ്രാർത്ഥനയാണ്. ഒരിക്കൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതുകൊണ്ട്, ഒരിക്കൽ തൻ്റെ വിഷയത്തിന് വിടുതലുണ്ടായതുകൊണ്ട് തൻ്റെ പ്രാർത്ഥന അവസാനിച്ചില്ല, താൻ പിന്നെയും പ്രാർത്ഥനയിൽ വർദ്ധിക്കുകയാണ്. ആ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, ഞാൻ വിളിക്കുന്നു, എനിക്കൊരു മറുപടി വേണം. ഒരു മറുപടിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെയാണ് അതിൻ്റെ പ്രാരംഭത്തിങ്കൽ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ആ സങ്കീർത്തനം ഉടനീളം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ തൻ്റെ പ്രാർത്ഥനകൾക്ക് ഇന്നലകളിൽ ലഭിച്ച മറുപടികളെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് താൻ പ്രാർത്ഥനയുടെ ഓരോ വാചകങ്ങളും പറയുന്നത്. ഒന്നാമതായി താൻ പറയുകയാണ്, ഞാൻ ഒരു കാലത്ത് വളരെയേറെ ഞെരുക്കത്തിലിരുന്നവനാണ്. എന്നാൽ ഞെരുക്കത്തിലിരുന്നപ്പോൾ ഞാൻ യഹോവയെ വിളിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ദൈവം എന്നോട് തോന്നിയ കൃപയാൽ ഞാൻ ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് കടന്നു വന്നു. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ പറയുകയാണ്, ഞാൻ കുടുംബത്തിൽ തള്ളപ്പെട്ടവനായിരുന്നു, സഹോദരങ്ങളുടെ ഇടയിൽ വെറുക്കപ്പെട്ടവനായിരുന്നു. എൻ്റെ അപ്പൻ എന്നെ തൻ്റെ കുടുംബത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതുകൊണ്ട് ദൂരെ ഒരു മരുഭൂമിയിൽ കുറച്ചാടുകളെ തന്ന് എന്നെ അവിടേക്ക് ഒഴിവാക്കി വിട്ടതായിരുന്നു. എന്നാൽ ആ ഏകാന്തതയിലും ഒറ്റപ്പെടലിലും ഞാൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ആകയാൽ അന്നാളുകളിൽ ദൈവം എന്നെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. എന്തു മനോഹരമായിട്ടാണ് താൻ പറയുന്നത്. ഞാൻ ഞെരുക്കത്തിലിരുന്നവനായിരുന്നു, എന്നാൽ ദൈവം എനിക്ക് വിശാലത വരുത്തി. ഞാൻ തള്ളപ്പെട്ടവനായിരുന്നു, എന്നാൽ ദൈവം എന്നെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ പറയുകയാണ്, മാനുഷികമായ കാലങ്ങൾക്കനുസരിച്ച് സീസണുകൾക്കനുസരിച്ച് മാറിപ്പോകുന്നതായ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സന്തോഷങ്ങളിൽ മനുഷ്യൻ മതിമറക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം ഇപ്പുറത്തിരുന്ന് ചിരിക്കുകയാണ്. മുന്തിരിവള്ളി തളിർത്ത് പൂത്ത് അതിനകത്തു നിന്ന് ചക്കിനകത്താട്ടിയെടുക്കുന്നതായ വീഞ്ഞിൻ്റെ രസം കുറേ കഴിയുമ്പോൾ തീർന്നു പോകും. ധാന്യം വർദ്ധിക്കും, കളപ്പുരകൾ നിറയും. എന്നാൽ അടുത്ത വിതയുടെ കാലമാകുമ്പോഴേക്കും പിന്നെയും കളപ്പുരകൾ ശൂന്യമാകും. ആ ക്ഷണികമായ സന്തോഷത്തെ കണ്ട് ഭക്തൻ പറയുകയാണ്, എന്നാൽ അതിലപ്പുറമായ ഒരു സന്തോഷം എനിക്ക് ലഭിച്ചു. കണ്ടോ, വിശാലത ലഭിച്ചതായ ഒരു മനുഷ്യൻ, കർത്താവിനാൽ വേർതിരിക്കപ്പെട്ട് ചേർക്കപ്പെട്ടതായ ഒരു മനുഷ്യൻ, മാത്രമല്ല ഹൃദയത്തിൽ സന്തോഷം ലഭിച്ച ഒരു മനുഷ്യൻ. ഈ 3 അനുഗ്രഹങ്ങൾക്ക് അടുത്തതായി അവസാന വാക്യത്തിൽ താൻ 2 അനുഗ്രഹങ്ങൾ പറയുകയാണ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, ദൈവം എന്നെ നിർഭയം വസിക്കുമാറാക്കും. എന്തു മനോഹരമായിരിക്കുന്ന ഒരു വാചകമാണ് താൻ പറയുന്നത്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അത്ര ആവേശം തോന്നുന്നില്ലായിരിക്കാം. കാരണം കൃപയാൽ ഈ അനുഗ്രഹം നാം ഓരോരുത്തരും അനുഭവിക്കുന്നവരാണ്. എന്നാൽ ആർക്ക് ഇത് പറയുവാൻ കഴിയും, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുമെന്ന്? ഇന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന്
പറയുന്നത് ധീരുഭായ് അംബാനിയുടെ മൂത്ത മകൻ മുകേഷ് അംബാനിയാണ്. ഏതാണ്ട് 9.5 ലക്ഷം കോടി രൂപയുടെ ആസ്തി തനിക്കുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. 9.5 ലക്ഷം കോടി രൂപയുടെ. എന്നാൽ 9.5 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള അംബാനിയുടെ അടുക്കൽ ഇന്ന് രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, എനിക്കത് ഉറപ്പ് പറയാൻ കഴിയുകയില്ല. കണ്ടോ, സമ്പത്തിൻ്റെ ബഹുത്വം കൊണ്ട് ഒരു മനുഷ്യന് സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയുമെന്ന് ഉറപ്പില്ല. ലോകത്തിൽ മാത്രം താമസിച്ചാൽ പോരാ, ബഹിരാകാശത്ത് കൂടുണ്ടാക്കി താമസിക്കുവാൻ കഴിയുമെന്ന്, ചൊവ്വയിലും ചന്ദ്രനിലും വീട് പണിയുവാൻ കഴിയുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തിലേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്ന എലോൺ മസ്ക് എന്ന് പറയുന്ന അമേരിക്കൻ പൗരൻ്റെ അടുക്കൽ ചോദിക്കാം, ലോകത്തെ മുഴുവനും കീഴ്പ്പെടുത്തുന്ന ബുദ്ധിക്കകത്ത് നിൽക്കുന്ന എലോൺ മസ്കെ, ഇന്ന് രാത്രി നീ സമാധാനത്തോടെ കിടന്നുറങ്ങുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ലോകം കൊതിക്കുന്ന ടെസ്ല കാറുകൾ ഞാനാണ് നിർമ്മിക്കുന്നത്, ബഹിരാകാശമെത്തുന്ന റോക്കറ്റുകൾ ഞാനാണ് നിർമ്മിക്കുന്നത്. അമേരിക്കയുടെ സാങ്കേതിക വിദ്യ മുട്ടുകുത്തിയപ്പോൾ അവിടെയും എൻ്റെ റോക്കറ്റ് അയച്ചാണ് ഞാൻ സുനിത വില്യംസിനെയും കൂടെയുള്ളവരെയും ബഹിരാകാശത്ത് നിന്ന് നിലത്തിറക്കിയത്. പക്ഷേ ഇന്ന് രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയത്തില്ല. 296 പടക്കപ്പലുകളും 5000-ലധികം പോർവിമാനങ്ങളും 4600-ലധികം ടാങ്കറുകളും ലക്ഷോപലക്ഷം പടയാളികളും നാവികരുമുള്ളതായ അമേരിക്കൻ രാഷ്ട്രത്തിൻ്റെ തലവനായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ അടുക്കൽ ഇന്ന് രാത്രി കടന്നു ചെന്നിട്ട്, സർ, താങ്കൾ ഇന്ന് രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ലോകത്തിലെ ഏറ്റവും വലിപ്പവും വിശാലവും സമ്പന്നവുമായിരിക്കുന്ന രാഷ്ട്രം അമേരിക്കയാണ് ലോകത്തിൽ ഒന്നാമത്തെ രാഷ്ട്രം. അമേരിക്ക ചിന്തിച്ചാൽ ലോകത്തിലെല്ലാം സംഭവിക്കുക. അമേരിക്കയുടെ അത്രയും സൈനിക ശക്തി ആർക്കുമില്ല. പക്ഷേ ഇന്ന് രാത്രി സമാധാനത്തോടെ ഉറങ്ങുമെന്ന് പറയുവാൻ എനിക്ക് കഴിയുകയില്ല. ഉലകം കണ്ട എക്കാലത്തെയും ചരിത്ര പുരുഷന്മാരുടെ അടുക്കൽ നിങ്ങൾ ചോദിച്ചു നോക്ക്. ലോകത്തിൻ്റെ താത്വികതയുടെ ഈറ്റില്ലമെന്ന് പറയുന്നത് ഗ്രീസാണ്, യവന സാമ്രാജ്യമാണ്. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തത്വചിന്തകർ എഴുന്നേറ്റിട്ടുള്ളത്. ആ തത്വചിന്തകരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു സോക്രട്ടീസ്. ലോകം കണ്ട ഏറ്റവും ബുദ്ധിരാക്ഷസൻ സോക്രട്ടീസ് എന്നാണ് പറയുന്നത്. സോക്രട്ടീസിൻ്റെ അടുക്കൽ ഒന്ന് ചോദിക്കാം, സോക്രട്ടീസ്, ഇന്ന് രാത്രി താങ്കൾ സമാധാനമായി ഉറങ്ങുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടായിരുന്നു? താൻ പറയും, ഇല്ല, ഇന്ന് രാത്രി സമാധാനമായി ഉറങ്ങുവാൻ കഴിയുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നുവെന്ന്. എൻ്റെ സഹോദരങ്ങളെ, സാങ്കേതിക വിദ്യയുടെ ഉന്നമനം കൊണ്ടൊക്കെ മനുഷ്യന് സമാധാനമായി ഉറങ്ങുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് മനുഷ്യരെല്ലാം സുന്ദരമായി ഉറങ്ങിയേനെ. എന്നാൽ സാങ്കേതിക വിപ്ലവം വർദ്ധിച്ചു വന്നപ്പോൾ മനുഷ്യൻ്റെ കരങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ വിപ്ലവങ്ങൾ കരങ്ങളിൽ ഒതുങ്ങുന്ന കാലഘട്ടം വന്നപ്പോൾ മനുഷ്യൻ അധികം ഉറക്കം നഷ്ടപ്പെടുകയാണ്. ലോകത്തിൻ്റെ ആഗോള മാനസിക വ്യവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 7 പേരിൽ ഒരാൾക്ക് മാനസിക തകരാറുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 7 പേരിൽ ഒരാൾക്ക് മാനസിക തകരാറുണ്ടെന്ന്. ഇന്ത്യയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അത് പറയുന്നത് 100 പേരിൽ 14 പേർക്ക് മാനസിക തകർച്ച ഉണ്ടെന്നാണ് പറയുന്നത്. ഇനിയും കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 പേരിൽ ഒരാൾക്ക് എന്തുണ്ടെന്നാണ് പറയുന്നത്? മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്നാണ് പറയുന്നത്. ഇതിലേറിയ പങ്ക് ഉയർന്ന സാങ്കേതിക വിദ്യക്കകത്ത് പടുത്തുയർത്തിയ മൊബൈലിനകത്തും ഇൻ്റർനെറ്റിനകത്തും യൂട്യൂബിനകത്തും സോഷ്യൽ മീഡിയക്കകത്തും നിരന്തരം ഗെയിം പ്ലാറ്റ്ഫോമുകളിൽ കളിച്ച് മനുഷ്യൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. സമാധാനമുണ്ടാകാൻ വേണ്ടി ഏതെങ്കിലും കലാകായിക പരിപാടികളെ സംഘടിപ്പിച്ച് മനുഷ്യന് സമാധാനമുണ്ടാക്കാമോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലായിരുന്നു ഏറ്റവും സമാധാനമുണ്ടായിരുന്നത്. വർഷത്തിൽ 3-4 സിനിമകൾ മാത്രം ചിത്രീകരിക്കപ്പെട്ട് ജില്ലയിൽ 1-2 തിയേറ്ററുകൾ കുടില് കെട്ടിയതുപോലെ കൊട്ടിലുകൾ കെട്ടി സിനിമ കൊട്ടക എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് മൾട്ടിപ്ലക്സ് തിയേറ്ററുകളും ഒരു ക്യാമ്പസിനകത്ത് തന്നെ 3-4 തിയേറ്ററുകളോ ഒരു മാസം തന്നെ 100 കണക്കിന് ചിത്രങ്ങളും ചിത്രീകരിക്കപ്പെട്ട് അത് മനുഷ്യൻ്റെ വിനിമയ സംവിധാനത്തിലെത്തി. അതിനപ്പുറം ഒരു കാലത്ത് ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് അയൽപക്ക വീടുകളൊക്കെ കൂടിയിരുന്ന് അടുത്ത് TV-യുള്ള ഒരൊറ്റ വീടിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ വായനശാലയുടെ വാതിൽക്കൽ കൂടിയിരുന്ന്
സിനിമ കണ്ട കാലത്തിനപ്പുറം പുതപ്പിനകത്ത് മൊബൈൽ വെച്ച് മുഴുവൻ കലയും കായികവും കാണുവാൻ തക്കവണ്ണം അവൻ ഇച്ഛിക്കുന്നതൊക്കെ കാണുവാൻ തക്കവണ്ണം സാങ്കേതിക വിദ്യ വികസിച്ചിട്ട് മനുഷ്യന് ഈ കായികവും കലയും ഈ വിനോദ ഉപാധികൾ മനുഷ്യന് സമാധാനം നൽകിയോ? ഇല്ല സഹോദരങ്ങളെ. സമ്പത്ത് മനുഷ്യന് സമാധാനം നൽകിയില്ല. സാങ്കേതികത്വം മനുഷ്യന് സമാധാനം നൽകിയില്ല. വിചാരവിനിമയങ്ങൾ മനുഷ്യന് സമാധാനം നൽകിയില്ല. യുദ്ധായുധങ്ങൾ മനുഷ്യന് സമാധാനം നൽകിയില്ല. അധികാരങ്ങളും പദവികളും മനുഷ്യന് സമാധാനം നൽകിയില്ല. എന്നാൽ യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിൽ ഒരു ചെറിയ വാക്യം ഇങ്ങനെ പറയുകയാണ്: സ്ഥിരമാനസൻ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുക. അംബാനിക്കില്ലാത്ത ഉറപ്പ്, ഡൊണാൾഡ് ട്രംപിനില്ലാത്ത ഉറപ്പ്, ലോകരാജാക്കന്മാർക്കും നേതാക്കന്മാർക്കും ഇല്ലാത്ത ഉറപ്പ്, സോക്രട്ടീസിനും അധികാരികൾക്കും ഇല്ലാതിരുന്ന ഒരു ഉറപ്പ് ഇന്ന് രാത്രി ഒരുത്തന് പറയുവാൻ കഴിയുക. അതാണ് ഭക്തൻ വിളിച്ചു പറയുന്നത്: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുക. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഒരുവൻ യേശുവിനെ കാണുമ്പോഴുള്ള അവൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹങ്ങളുടെ ഒരു പങ്കാണ് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഒരുപക്ഷെ കർത്താവിനെ അന്വേഷിച്ചിട്ട് നിനക്ക് ആനയും അമ്പാരിയും കിട്ടിക്കാണത്തില്ല. നിൻ്റെ മുമ്പിൽ റോൾസ് റോയ്സോ നിൻ്റെ വീട് പൊളിച്ച് ബംഗ്ലാവോ പണിത് കാണത്തില്ല. നീ തെരഞ്ഞെടുപ്പിന് ജയിക്കുകയോ ബീക്കൺ ലൈറ്റ് വെച്ച കാറിനകത്ത് കൊടികുത്തി പറക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ ഒരു യഥാർത്ഥ ദൈവ പൈതലിന് ദൈവം നൽകുന്ന അനുഗ്രഹം ബീക്കൺ ലൈറ്റും കൊടിവെച്ച് പറക്കുന്ന കാറോ ബംഗ്ലാവുകളോ ആനയും അമ്പാരിയും നെറ്റിപ്പട്ടവും ചെണ്ടമേളവുമല്ല. അതിനപ്പുറം ഇതിൻ്റെയൊക്കെ ആരവമൊഴിയുമ്പോഴോ ദേശത്തിൽ ഇരുട്ട് വ്യാപരിച്ച് സൂര്യൻ പടിഞ്ഞാറേ കാലത്തിൽ അസ്തമിച്ചു പോകുമ്പോഴോ ഇരുട്ട് വ്യാപരിക്കുമ്പോഴും അവൻ്റെ മനസ്സിനകത്ത് ഇരുട്ട് പിടിക്കാതെ സമാധാനത്തോടെ അവന് കിടന്നുറങ്ങുവാൻ കഴിയുമെങ്കിൽ അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സമാധാനത്തോടെ കിടന്നുറങ്ങുമെന്ന് പറയുമ്പോൾ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഓരോ ദിവസവും ഒരു മനുഷ്യൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. എന്നാൽ ഈ ജീവിതമെന്ന യാത്ര ഒരു നാളിൽ തീരും സഹോദരങ്ങളെ. ആമേൻ. കരഞ്ഞമ്മയുടെ ഉദരത്തിൽ നിന്ന് സൂര്യോദയം കണ്ട് പുറത്തിറങ്ങുന്ന ഒരു കൊച്ചു ശിശു ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ യാമങ്ങളും നാഴികകളും താണ്ടി മുന്നേറുന്നത് പോലെ ജീവിതത്തിൻ്റെ ബാല്യവും കൗമാരവും യൗവനവും കടന്ന് വാർദ്ധക്യത്തിൻ്റെ ജരാനരകൾ ബാധിച്ച ശരീരം വിട്ട് ജീവിതത്തിൻ്റെ സായാഹ്നത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ ദേഹമെന്ന ഈ ചെറിയ കൂടാര ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് അവൻ നിത്യവിശ്രാമത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുമെന്ന് ഒരു മനുഷ്യന് പറയുവാൻ കഴിയണമെങ്കിൽ മരണമെന്ന ഒടുക്കത്തെ ശത്രു മരണവാതിൽ അവൻ്റെ മുൻപാകെ തുറക്കുമ്പോൾ ഇതാ ഞാൻ സമാധാനത്തോടെ പോകുന്നുവെന്ന് പറയുവാൻ ഒരു മനുഷ്യൻ്റെ വിദ്യാഭ്യാസവും സമ്പത്തോ സ്ഥാനവും മാനവും പുകഴ്ചയും അവനെ പ്രാപ്തനാക്കത്തില്ല. എന്നാൽ BC 500-കളിൽ ബാബിലോൺ സാമ്രാജ്യം ലോകത്തെ ഭരിക്കുന്ന കാലത്ത്, കൽദയ സംസ്കാരം ലോകത്തെ പിടിച്ചമർത്തിയ കാലത്ത് യഹൂദ്യ ദേശത്ത് നിന്ന് ഒരു ബാലനായി പിടിക്കപ്പെട്ടുകൊണ്ട് പ്രവാസിയായി അന്യദേശത്തേക്ക് കടന്നുപോയി. ബാബിലോൺ സാമ്രാജ്യം തകർന്നിട്ടും മരണം കാണാതെ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ ആരംഭ നാളുകൾ വരെയോ ആയുസ്സോടിരുന്ന പ്രാർത്ഥനയുള്ളൊരു മനുഷ്യനായിരുന്നു ദാനിയേൽ. ആ ദാനിയേലിന് ഇങ്ങനെയാണ് ജീവിതാന്ത്യത്തിൽ എഴുതിയിരിക്കുന്നത്: നീയോ ദൈവപുരുഷനായ ദാനിയേലേ, പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തിങ്കൽ നിനക്കൊരു ഓഹരിയുണ്ട്. ആ ഓഹരി പ്രാപിപ്പാനായി നീ എഴുന്നേറ്റ് വരും. ദാനിയേൽ സമാധാനത്തോടെ കിടന്നുറങ്ങി. എന്താണ് കാരണം? ബാബിലോൺ സാമ്രാജ്യത്തിൽ തനിക്ക് ലഭിച്ച മന്ത്രി പദവികളല്ല, പേർഷ്യൻ ഭരണകൂട 120 ഗവർണർമാരുടെ മുകളിൽ തനിക്ക് നൽകിയ ഒരു പൊസിഷനും പവറുമല്ല. പകരം സ്ഥിരമാനസൻ ദൈവത്തിൽ ആശ്രയം വെച്ചതുകൊണ്ട്
ദൈവം അവന് നൽകിയ സമാധാനമാണ്. ഇന്ന് രാത്രി യേശു കർത്താവ് പറഞ്ഞൊരു വാക്കിനെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഉദ്ധരിക്കുകയാണ്. യേശു എന്താണ് യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഇറങ്ങി വന്ന് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അരിമ ശിഷ്യഗണത്തെ അരികെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ കാറ് തന്നിട്ട് പോകുന്നു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട് തന്നിട്ട് പോകുന്നു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ പദവി തന്നിട്ട് പോകുന്നു. ഇതൊന്നും യേശു അവരോട് പറഞ്ഞില്ല. യേശു അന്നവർക്കൊരു കാറ് നൽകിയിട്ട് പോയിരുന്നെങ്കിൽ 10 വർഷം കഴിഞ്ഞപ്പോൾ ആക്രിക്ക് തൂക്കി വിറ്റേനെ. യേശു അന്നവർക്കൊരു വീട് കൊടുത്തിട്ട് പോയിരുന്നെങ്കിൽ 1 നൂറ്റാണ്ടിനകത്ത് അത് കാലഹരണപ്പെട്ടു പോയേനെ. പക്ഷേ ഇന്ന് 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അപ്പോസ്തലന്മാർ തലമുറയായി കൈമാറി ഇന്നും കെടാത്ത ദീപം പോലെ മാനവ ഹൃദയങ്ങൾക്കകത്ത് കത്തിജ്വലിക്കുന്ന ദീപമായി നിൽക്കുന്ന ഒരു സത്യമുണ്ട്. അത് യേശു ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ആർക്കും അപഹരിപ്പാൻ കഴിയാത്ത, ആർക്കും നശിപ്പിക്കുവാൻ കഴിയാത്ത, ആർക്കും കൊള്ളയിടുവാൻ കഴിയാത്ത, ആർക്കും തകർക്കുവാൻ കഴിയാത്ത ഒരു സ്വർഗീയ സമാധാനത്തെ ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇതാ കൈമാറുകയാണ്. യേശു ശിഷ്യന്മാർക്ക് ഭൂമിയിൽ വെച്ച് കൈമാറിപ്പോയത് അധികാരവും സമാധാനവുമാണ്. യേശു ശിഷ്യന്മാർക്ക് ഭൂമിയിൽ വെച്ച് കൈമാറിപ്പോയത് അധികാരവും സമാധാനവുമാണ്. 12 പേരെ അരികെ വിളിച്ച് ഭൂതങ്ങളെ കീഴടക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും സുവിശേഷം അറിയിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. 2, യേശു അവർക്ക് സമാധാനം കൊടുത്തു. മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിനം ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരേറിപ്പോകുമ്പോൾ യേശു അവരോട് പറഞ്ഞു, ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് അധികാരവും സമാധാനവും നൽകി, എന്നാൽ സ്വർഗത്തിലേക്ക് ഞാൻ കയറിപ്പോയി. പിതാവിങ്കൽ നിന്ന് എൻ്റെ ശക്തിയെ ഞാൻ നിങ്ങളിലേക്ക് പകരാം. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് തൻ്റെ ശിഷ്യഗണത്തിന് ശക്തിയെ നൽകി. കണ്ടോ, ഐഹിക ക്രിസ്തു അധികാരവും സമാധാനവും നൽകി. രൂപാന്തരപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപിതനായിരുന്ന ക്രിസ്തു സ്തോത്ര തൻ്റെ ഭക്തന്മാർക്ക് തൃത്വത്തിൽ 3-മനായിരുന്ന കാര്യസ്ഥരായിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന വ്യക്തിത്വത്തെ കൂട്ടുകാളിയായി നൽകിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ ശക്തിയെ പകർന്നു നൽകുകയാണ്. യേശു നിനക്ക് സമാധാനം നൽകുന്നു. ഇന്ന് രാത്രി യേശുവിങ്കലേക്ക് കടന്നു വാ. ഈ രാത്രി യേശുവിങ്കലേക്ക് കടന്നു വാ. ഞാനൊരു ഉറപ്പ് തരാം, ഇന്ന് രാത്രി ക്രൂസൈഡിൻ്റെ നടുവിൽ വെച്ച് നീ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമെങ്കിൽ, യേശുവേ ഉറക്കെ വിളിക്കുമെങ്കിൽ, നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുവിനെ, ലോകരക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ നിന്റെ രക്ഷകനായി ഏറ്റെടുത്ത് നിന്റെ രക്ഷകനായി സ്വീകരിച്ച് അവൻ നിന്റെ പ്രാണന്റെ വീണ്ടെടുപ്പുകാരനെന്ന്, അവൻ നിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പുകാരനെന്ന്, അവൻ നിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പുകാരനെന്ന് വിളിച്ചു പറഞ്ഞ് ഇന്ന് രാത്രി ഇവിടെ നിന്ന് മടങ്ങുമെങ്കിൽ, ഇന്ന് രാത്രി ഞാനൊരു ഉറപ്പ് തരാം, ഈ രാത്രി തുടങ്ങി നീ സമാധാനമായി കിടന്നുറങ്ങുക. ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിക്കുന്നവർ കരമുയർത്തി വിളിച്ചു പറഞ്ഞാട്ട്, യേശുവിന്റെ രക്ഷകനാണ്, ദൈവപുത്രനായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. കരമുയർത്തി വിളിച്ചു പറഞ്ഞാട്ട്, ജീവനുള്ള സത്യ ഏക ദൈവമായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ ജീവനുള്ള ദൈവം, അവൻ സത്യ ദൈവം, അവൻ ഏക ദൈവം, അവനെ പോലെ മറ്റൊരുത്തനില്ല. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കൽക്കും. അപ്പോൾ ഞാൻ ചോദിക്കാം, കർത്താവേ, അങ്ങയുടെ സമാധാനം പ്രാപിക്കുവാൻ ഞാൻ അങ്ങയ്ക്ക് എന്തു തരണോ? കർത്താവേ, അങ്ങയുടെ സമാധാനം പ്രാപിക്കാൻ ഞാൻ 41 ദിവസം വ്രതമെടുത്ത് മല കയറി എവിടെയെങ്കിലും പോകണമോ? ഞാൻ നഗ്നപാതനായി തീർത്ഥാടനം നടത്തണമോ? ഞാൻ തല മുണ്ടനം ചെയ്ത് എവിടെയെങ്കിലും യാത്ര പുറപ്പെടണോ? ഞാൻ ഏതെങ്കിലും പുണ്യനദിയിൽ സ്നാനം കഴിക്കണോ? എന്താണ് കർത്താവേ അങ്ങയുടെ സമാധാനം ലഭിപ്പാൻ ഞാൻ ചെയ്യേണ്ടത്? അതോ എൻ്റെ വീട് പണയം വെച്ച്, എൻ്റെ പൊന്ന് പണയം വെച്ച് ഞാൻ യാഗം കഴിക്കണോ? ഞാൻ പ്രതിവിധിക്കായി പൂജകൾ ചെയ്യണോ? ഞാൻ പൂവ് കൊണ്ടുവരണോ? ഞാൻ എണ്ണ കൊണ്ടുവരണോ? ഞാൻ നിനക്ക് വേണ്ടി ഒരു വിഗ്രഹം പണിത് അതിൽ പാലഭിഷേകമോ തൈലാഭിഷേകമോ നടത്തണമോ? ദൈവമേ, നിന്റെ സമാധാനം നീ എനിക്ക് തരുവാൻ തക്കവണ്ണം ഞാൻ നിനക്ക് പകരം
പകരം എന്താണ് നൽകേണ്ടത്? കർത്താവ് അവിടെ ഇങ്ങനെ പറയുകയാണ്, നീ എന്നിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ഞാൻ നിനക്ക് സമാധാനം നൽകാം. നീ എനിക്ക് ആശ്രയിക്കുന്നുവെങ്കിൽ അതിന് നീ നഗ്നപാതനായി വഴിനീളെ അലയേണ്ട, അതിന് നീ തല മുണ്ടനം ചെയ്ത് നേർച്ചയിടേണ്ട, അതിന് നീ അലഞ്ഞു തിരിയേണ്ട. എൻ്റെ രക്ഷ സൗജന്യമാണ്, എൻ്റെ സമാധാനം സൗജന്യമാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയോ വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമെങ്കിൽ എൻ്റെ സമാധാനം ഞാൻ നിനക്ക് നൽകാം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയോ വായ് കൊണ്ട് ഏറ്റുപറയുകയോ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യന് ലഭിക്കുന്ന ഒരു നന്മയോ അത് പണം കൊടുത്ത് മേടിക്കുന്നതല്ല, അത് നേർച്ച കൊടുത്ത് മേടിക്കുന്നതല്ല, അത് കാഴ്ച വെച്ച് മേടിക്കുന്നതല്ല, അത് തീർത്ഥാടനം ചെയ്ത് മേടിക്കുന്നതല്ല, അത് ഉരുളിച്ച നടത്തി മേടിക്കുന്നതല്ല, അത് തൂക്കം നടത്തി മേടിക്കുന്നതല്ല, അത് ശാരീരിക അഭ്യാസം നടത്തി മേടിക്കുന്നതല്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയോ വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമെങ്കിൽ ആ രക്ഷ നിന്റെ സ്വന്തമാണ്, ആ സമാധാനം നിന്റെ സ്വന്തമാണ്, ആ വിടുതൽ നിന്റെ സ്വന്തമാണ്. ഇന്ന് രാത്രി സൗജന്യമായി ആ രക്ഷ പ്രാപിച്ച ദൈവജനം മാത്രം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറയട്ടെ. അങ്ങനെയെങ്കിൽ അടുത്ത ഭാഗം ഞാൻ ചോദിക്കുകയാണ്, കർത്താവിന് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നത്? യേശു മനുഷ്യന് സമാധാനം നൽകുന്നുവെന്ന് പറയുന്നു. എന്നാൽ അടുത്ത ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്, എങ്ങനെ യേശുവിന് മനുഷ്യന് സമാധാനം കൊടുക്കാൻ കഴിയുക? വിശുദ്ധ തിരുവെഴുത്ത് അതിന് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. എങ്ങനെയാണ് യേശു മനുഷ്യ ഹൃദയത്തിൽ സമാധാനം നൽകുന്നതെന്ന് വിശുദ്ധ പൗലോസ്, 1-ാം നൂറ്റാണ്ടിലെ യേശു ശിഷ്യനും അപ്പോസ്തലനുമായിരുന്ന വിശുദ്ധ പൗലോസ്, അദ്ദേഹം കൊലോസ്യ എന്ന് പറയുന്ന അക്കാലത്തെ ഏറ്റവും മനോഹരമായിരുന്ന പട്ടണങ്ങളിലൊന്നായ കൊലോസ്യ പട്ടണത്തിലേക്ക് താൻ ഒരു ലേഖനം എഴുതുകയാണ്. ആ ലേഖനം എഴുതുമ്പോൾ മനുഷ്യ സമൂഹത്തിന് എങ്ങനെയാണ് ദൈവം സമാധാനം പങ്കുവയ്ക്കുന്നത്, സമാധാനം പകരുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. യേശുവേ, അങ്ങ് എങ്ങനെയാണ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നത്? യേശുവേ, അങ്ങ് എങ്ങനെയാണ് ഭൂമിയിൽ സമാധാനം വരുത്തുന്നത്? യേശു പറഞ്ഞു, ഞാൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് മനുഷ്യന് സമാധാനത്തെ നൽകുകയാണ്. ആമേൻ. യേശു ചൊരിഞ്ഞ രക്തത്തിനകത്ത് സമാധാനമുണ്ട്. യേശു കർത്താവ് തൻ്റെ മരണം അടുത്തു വരുമ്പോൾ, ആ മരണം അടുത്തു വരുന്ന നാളുകളിലൊന്നിൽ യഹൂദ്യയിൽ പരമ്പരാഗതമായ പെസഹ പെരുന്നാളായിരുന്നു. ദീർഘനൂറ്റാണ്ടുകൾക്ക് മുൻപ് 400 സംവത്സരത്തെ ഇസ്രായേലിയ അടിമ പ്രവാസത്തിൽ നിന്ന് കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ച് ഇസ്രായേൽ പുറത്തു വന്നതിൻ്റെ സ്മരണയുടെ പെരുന്നാൾ. ആ പെരുന്നാൾ ആചരിക്കുന്ന സ്തോത്രം പെസഹയുടെ ദിനത്തിൽ യേശു കർത്താവ് വീഞ്ഞെടുത്ത് ഉയർത്തിക്കൊടുത്ത് ശിഷ്യന്മാർക്ക് പങ്കുവെച്ചിട്ട് പറഞ്ഞു, ഈ വീഞ്ഞു പോലെ എൻ്റെ ശരീരത്തിലെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഊറ്റി നൽകുമെന്ന്. പെസഹ കഴിഞ്ഞ് സ്തോത്രം പാടി യേശു ഒലിവുമലയ്ക്ക് കടന്നുപോയി. തൻ്റെ അരുമ ശിഷ്യന്മാരിൽ 3 പേരെ കൂടെ കിട്ടി ഗത്സമന എന്ന പൂങ്കാവനത്തിൽ ചെന്ന് യേശു ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞു, നിങ്ങൾ രാത്രി ഇവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഒരു കല്ലേറ് ദൂരത്തിലേക്ക് യേശു മുമ്പോട്ട് പോയി ഒരു പാറയുടെ മുമ്പിൽ മുട്ടുകുത്തി. ആമേ. പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ വിളിച്ചു പ്രാർത്ഥിച്ചോ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, പുത്രനെ മഹത്വപ്പെടുത്തണമേ. വീണ്ടും പറഞ്ഞു, കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എൻ്റെ മുമ്പിൽ നിന്നൊന്ന് നീങ്ങിപ്പോകണമേ. എന്നാൽ അടുത്ത ഭാഗം പറഞ്ഞു, എങ്കിലും അങ്ങനെയല്ല, എൻ്റെ ഇഷ്ടമല്ല, ദൈവ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് സമ്മതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ സംഭവിക്കുവാനുള്ള കിരാതമായ നാഴികകളെ ഓർത്ത് യേശുവിൻ്റെ ഹൃദയം പൊട്ടുവാൻ തുടങ്ങി. മാനവരാശിയുടെ പാപത്തെ തൻ്റെ ചുമലിലേറ്റുന്ന ആ കിരാതമായ കാഴ്ച ആത്മാവിൽ കണ്ട് യേശുവിൻ്റെ ഹൃദയം പൊട്ടി. നരമ്പുകൾ വലിഞ്ഞു മുറുകി പൊട്ടുമ്പോൾ യേശു കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾക്ക് പകരം വലിയ വലിയ രക്തത്തുള്ളികൾ നിലത്ത് വീഴുവാൻ തുടങ്ങി. ആമേ. യേശു കർത്താവ് ഗത്സമനയുടെ പൂങ്കാവനത്തിലെ പാറപ്പുറത്ത് നിന്ന് മുഴങ്കാല് വിട്ട് എഴുന്നേൽക്കുമ്പോൾ ഭൂമി വിളിച്ചു പറയുകയായിരുന്നു, ഇതാ സമാധാനത്തിന് വേണ്ടിയുള്ള രക്തം ചൊരിയപ്പെടുന്നു. അർദ്ധരാത്രിയിൽ ഗത്സമനയുടെ പൂങ്കാവനത്തിൽ പാറമടുക്കിൽ വെച്ച് മുട്ടുമടക്കി യേശു പ്രാർത്ഥിക്കുമ്പോൾ വിയർപ്പ് തുള്ളികൾക്ക് പകരം വലിയ രക്തത്തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ എൻ്റെയും നിൻ്റെയും സമാധാനത്തിന് വേണ്ടിയുള്ള രക്തം ചൊരിയപ്പെടുകയായിരുന്നു. അരുമ ശിഷ്യൻ വന്ന് കള്ളച്ചുംബനത്തിൽ പിടിച്ചെടുത്തുകൊണ്ട് യേശുവിനെ അവിടെ നിന്ന് കയ്യാമം വെച്ച് ആമേൻ
പീലാത്തോസിൻ്റെയും ഹെരോദാവിൻ്റെയും ഹന്നാവിൻ്റെയും കയ്യഫാവിൻ്റെയും മുമ്പിലേക്ക് മാറി മാറി വിസ്തരിക്കാൻ സൂര്യോദയത്തിന് മുമ്പ് തന്നെ കൊണ്ടു നിർത്തുമ്പോൾ യേശു കർത്താവിനെ ഒടുവിലായി വിധിച്ചോ. അവൻ്റെ വസ്ത്രം പറിച്ചുരിഞ്ഞ് പുറമുഴുവുചാൽ പോലെ കീറത്തക്കവണ്ണം ചാട്ടവാറ് കൊണ്ട് അടിക്കട്ടെ എന്ന് തലയിലൊരു മുൾക്കിരീടം വെച്ച് കയ്യിലൊരു ഞാങ്ങണ കൊടുത്ത് കയ്യിലൊരു വടി കൊടുത്ത് അവൻ്റെ ചുറ്റും നിന്ന് മനുഷ്യർ തുള്ളി പരിഹസിച്ചോ. ചരിത്രം പറയുന്നത് അക്കാലഘട്ടത്തിൽ ഭീകരമായിരിക്കുന്ന ശിക്ഷാ നടപടികൾ നടത്തുമ്പോൾ പട്ടാളക്കാരല്ലാതെ ജയിലിൽ കിടക്കുന്ന ഭ്രാന്തന്മാരായിട്ടുള്ള തടവ് പുള്ളികളെ വിളിച്ചിറക്കിയിട്ട് ഇവരെ ഉപദ്രവിക്കുമായിരുന്നു. കാരണം അത്രമാത്രം ഉപദ്രവിക്കാൻ പട്ടാളക്കാരുടെ ശരീരം മെനക്കെടുത്തുവാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. ആകയാൽ യേശുവിനെ പരിഹസിച്ചത്, ആമേൻ, വടിയെടുത്ത് യേശുവിനെ മുൾക്കിരീടത്തിൽ അടിച്ചതുമൊക്കെ കാറി തുപ്പിയതുമൊന്നൊക്കെ ആമേൻ ഔദ്യോഗിക പട്ടാളക്കാരല്ലായിരുന്നു. പകരം അക്കാലത്ത് തടവിലുണ്ടായിരുന്ന ഭ്രാന്തന്മാരെ വിളിച്ചിറക്കി അവരുടെ കൈത്തരിപ്പ് തീർക്കാൻ തക്കവണ്ണം ജയിലിനകത്ത് സമാധാനമുണ്ടാകാൻ ഭ്രാന്തന്മാരെയൊക്കെ ഇരയാക്കി കൊടുക്കുകയായിരുന്നു. യേശുവിനെ അവർ ആറഞ്ചം പുറഞ്ചം തല്ലി ചാട്ടവാറെടുത്ത് യേശുവിൻ്റെ മുതുകിൽ അടിച്ച് തകർത്തോ. പുറമുഴവുചാൽ പോലെ കീറി രക്തം ധാരധാരയായി ഒരുങ്ങി കവിൾത്തടങ്ങളിലെ താടിരോമങ്ങൾ പിച്ചിപ്പറിച്ചോ. മുഷ്ടി കുത്തി മുഖത്താഞ്ഞാഞ്ഞിടിച്ചോ. പല്ലുകൾ ഇളകിത്തെറിച്ച് അതിനകത്തു നിന്ന് തുപ്പലും രക്തവും കലർന്നൊഴുകുവാൻ തുടങ്ങി. മുൾക്കിരീടം ഇരുന്ന യേശുവിൻ്റെ ശരീരത്തിലെ ശിരസിലേക്ക് നോക്കി പരിഹസിച്ച പടയാളികളിൽ ഒരുത്തൻ യേശുവിൻ്റെ കൈക്കലിരുന്ന വടി പിടിച്ചു മേടിച്ച് വടി തിരിച്ചു നിർത്തി കർത്താവിൻ്റെ തലയ്ക്കലാഞ്ഞാഞ്ഞടിച്ചോ. ശിരസിലേക്ക് കൂർത്തമൂർത്ത ആണികൾ ഇറങ്ങി ആപാദചൂടം യേശു രക്തത്തിൽ കുളിക്കുവാൻ തുടങ്ങി. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന യേശുവിനെ 39 അടിയടിച്ച് തീർത്തതിന് ശേഷം യേശുവിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് ഒരു വലിയ മരക്കുരിശും ചുമന്ന് ഗൊൽഗൊത്ത എന്ന തലയോടിടമെന്ന സ്ഥലമുള്ള ഗൊൽഗൊത്തയുടെ കാൽവറി മലമുകളിലേക്ക് നടത്തിക്കൊണ്ടുപോയി. ഗബത്തയുടെ കൽത്തളത്തിൽ വീണു തുടങ്ങിയ ചോരത്തുള്ളികൾ, ഗത്സമനയുടെ പാറപ്പുറത്ത് തുടങ്ങിയ ചോരത്തുള്ളികൾ ഗബത്തയിൽ ഒരു രക്തത്തളമായി മാറുമ്പോൾ ആ രക്തത്തളത്തിൽ നിന്ന് യേശു എഴുന്നേറ്റ് നടക്കുമ്പോൾ ഗബത്തയിൽ ഒരു കാൽപാദം പതിഞ്ഞോ. രക്തം കലർന്ന കാൽപാദം അതെൻ്റെ യേശുവിൻ്റെ കാൽപാദമായിരുന്നു. ഗബത്തയിൽ നിന്ന് രക്തം പലർന്ന കാൽപാദവുമായി ഉടുപ്പ് ധരിച്ച് മരക്കുരിശും ചുമന്ന് ഗൊൽഗോത്തയുടെ കല്ലിടുക്കുകളിലേക്ക് നടന്നകലുന്ന യേശുവിനെ നോക്കി പട്ടണം മുഴുവൻ പരിഹസിച്ച് ചിരിച്ചോ. ഗബത്ത തുടങ്ങി ഗൊൽഗോത്ത വരെ ഇതാ രക്തത്തിൻ്റെ വഴിയൊഴുകുകയാണ്. രക്തം ധാരധാരയായി ഒഴുകുകയാണ്. വഴിയിൽ പലപ്പോഴും രക്തം ഇറ്റിറ്റ് വീണ് അവൻ ബോധക്ഷയം സംഭവിക്കുന്നത് പോലെ നിലത്ത് വീഴുകയാണ്. എന്നാൽ ക്രൂരരായ പടയാളികൾ അടിച്ചവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ അടികൊണ്ടല്ല, പിതാവിൻ്റെ നിയോഗ നിമിത്തം അവസാനതുള്ളി രക്തം വരെ ഊറ്റിത്തീരുവോളം യേശു ഗൊൽഗോത്തയുടെ വിരിമാറിലേക്ക് നടന്നു കയറി. ഇരു കള്ളന്മാരുടെ നടുവിൽ നിവർത്തി നിർത്തേണ്ട ക്രൂശിനോട് ചേർത്ത് യേശുവിൻ്റെ കൈകാലുകളെ കെട്ടി കാലിനും മാണികൾ കൈത്തണ്ടയിൽ കാലുകളെ ചേർത്ത് വെച്ച് കാൽപാദത്തിലും അടിച്ചു തറയ്ക്കുമ്പോൾ അവസാന രക്തങ്ങൾ തുള്ളികൾ വരെ ചീറ്റിത്തെറിക്കുകയായിരുന്നു. അവിടെ നിന്ന് ആ കുരിശിനെ എടുത്ത് ഗൊൽഗോത്തയിലെ കല്ലിടുക്കുകളിൽ ഒന്നിനകത്തിടുമ്പോൾ ആടി ഉലയുന്ന ആ കുരിശിൽ കിടന്ന യേശുവിൻ്റെ അസ്ഥികളുടെയൊക്കെ ബന്ധം വിട്ടോ. അപ്പോഴും രക്തം ആ മരക്കുരിശിൽ കൂടെ ഒഴുകി ആ പാറയിടുക്കിലേക്ക് വരികയായിരുന്നു. ആമേൻ. എന്നാൽ യേശുവിൻ്റെ രക്തം ഒഴുകി തീരുമ്പോൾ സൂര്യൻ അത് കാണുവാൻ കഴിയാതെ കാർമേഘങ്ങൾക്കുള്ളിൽ എവിടെയോ ഒളിക്കുവാൻ തുടങ്ങി. നേരം വൈകുന്നതിന് മുമ്പേ നട്ടുച്ച നേരത്ത് സൂര്യൻ കണ്ണടച്ചു കളഞ്ഞോ. കാർമേഘങ്ങൾ ആകാശത്തെ മൂടി ദേശത്തെങ്ങും ഇരുട്ടുണ്ടായി. എന്നാൽ അതേസമയം എലോഹി എലോഹി ലമ്മാ ശബക്താനി എന്ന് ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിടുന്ന യേശു ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുകയാണെന്ന്, യേശുവിൻ്റെ ജീവൻ തൻ്റെ ശരീരത്തിൽ നിന്ന് പോയി എന്ന് തിരിച്ചറിയാതെ പടയാളികളിൽ ഒരുത്തൻ വന്ന് ചത്തുവെന്ന് ഉറപ്പ് വരുത്താൻ അരുമനാഥന്റെ ചങ്കിനകത്ത് കുന്തമുന വെച്ച് കുത്തിത്തുളയ്ക്കുമ്പോൾ വരുവാൻ ഒരു തുള്ളി രക്തമില്ലാതെ നിവർത്തിയായെന്ന് താൻ മുൻപേ പറഞ്ഞത് സത്യമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ചങ്കിനകത്ത് നിന്ന് ചലമൊഴുകി അവസാന തുള്ളി രക്തവും ഒഴുകി. യേശു മൗനമായി പറയുകയായിരുന്നു, ലോകത്തിന് സമാധാനം വന്നു. ഇന്ന് രാത്രി ആ രക്തം എൻ്റെ സമാധാനമാണ്. ഇന്ന് രാത്രി നിന്റെ സമാധാനം തകർക്കുന്ന പൈശാചിക ശക്തികളുടെ നേരെ, അന്ധകാര പോരുകളുടെ നേരെ ആ ഗത്സമനയിലെ ചോരത്തുള്ളികളെ പിടിച്ച് ആ ഗബത്തയിലെ രക്തക്കളത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആ മരക്കുരിശിൽ പറ്റിപ്പിടിച്ച രക്തത്തിൽ ആശ്ലേഷിച്ചുകൊണ്ട് ആ ചങ്കിനകത്തു നിന്നൊഴുകിയ
സ്ഥലത്തെ സാക്ഷി നിർത്തി പറഞ്ഞാട്ട് യേശുവിന്റെ രക്തം ജയോ, യേശുവിന്റെ രക്തം ജയോ, യേശുവിന്റെ രക്തം ജയോ, യേശുവിന്റെ രക്തം ജയോ, യേശുവിന്റെ രക്തം ജയം. സമരമുഖത്ത് കയറി നിന്ന് അധികാരികൾക്കെതിരെ ചെങ്കോൽ ഉയർത്തിയും വിപ്ലവം സൃഷ്ടിച്ചിട്ടുമല്ല യേശുവിന്റെ രക്തം ഭൂമിയിൽ വീണത്. സമരനായകനായിരുന്നില്ല യേശു. വിപ്ലവത്തിന്റെ വേരോട്ടത്തിന് വേണ്ടി മനുഷ്യരെ കൂട്ടി നിർത്തി അധികാര കേന്ദ്രത്തിന് നേരെ വെല്ലുവിളിക്കുന്ന ഒരു വിപ്ലവ സൂര്യനായിരുന്നില്ല ക്രിസ്തു. പകരമോ അവൻ സൗമ്യതയും മനത്താഴ്മയും ഉള്ളവനായിരുന്നു. ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു. ഇന്ന് ലോകം യേശുവിനെ വിളിച്ചു പറയാ, യേശു യഹൂദ്യയിലെ സമരനായകനായിരുന്നു, അതുകൊണ്ടാണ് യേശു രക്തസാക്ഷിയായെന്ന്. ഇല്ലില്ല, തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുത്. അവൻ വിപ്ലവ സൂര്യനായിരുന്നുവെന്ന്. ഇന്നിന്റെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഇന്നിന്റെ സമര വിപ്ലവങ്ങളായിരുന്നില്ല യേശുവിന്റെ മാർഗം. അവൻ അകർത്യമൊന്നും ചെയ്യാതിരുന്നിട്ട് ക്രൂശിക്കപ്പെട്ടവനാണ്. അവൻ അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മൗനമായിരുന്നവനാണ്. അവൻ രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ ആട് മിണ്ടാതിരിക്കുന്നത് പോലെ അവൻ നിശബ്ദനായിരുന്നു. എന്നിട്ടും അവർ അവനെ ക്രൂശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി ശവക്കുഴിയിലേക്ക് അവനെ തള്ളി. എന്നാൽ അന്ന് ദിനത്തിൽ ഒഴുകിയ, അന്ന് അർദ്ധരാത്രി തുടങ്ങി പിറ്റേന്ന് ഉച്ചവരെ ഭൂമിയുടെ മധ്യത്തിൽ ഒഴുകിത്തീർന്ന, കാൽവറിയുടെ ഗിരിമുകളിൽ ഒഴുകിത്തീർന്ന രക്തം, അത് മാനവരാശിയുടെ സമാധാനമായിരുന്നു. ആകയാൽ തർസോസിലെ കിലിക്കയിൽ ജനിച്ച ന്യായപ്രമാണ ഹൃദയസ്ഥമാക്കിയ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന പരീശപുത്രൻ പിൽക്കാലത്ത് ഇപ്രകാരം എഴുതി വെച്ചോ, ന്യായപ്രമാണത്തിന് വരുത്തുവാൻ കഴിയാതിരുന്ന ഒരു സമാധാനമുണ്ട്. ഞാൻ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ന്യായപ്രമാണത്തിന്റെ ശാസ്ത്ര സംഗതികൾ മുഴുവൻ പഠിച്ചിട്ടോ മനുഷ്യന് സമാധാനം വരുത്തുന്ന ഒരു വഴിയെ ഞാൻ കണ്ടില്ല. എന്നാൽ കാൽവറിയുടെ ദർശനത്തെ ഞാൻ കണ്ടപ്പോൾ, യേശുവിന്റെ വിരിമാറിൽ നിന്ന് ഒഴുകിയ രക്തത്തെ ഞാൻ കണ്ടപ്പോൾ അതെന്നോട് വിളിച്ചു പറഞ്ഞു, ന്യായപ്രമാണമല്ല, യേശുവിന്റെ രക്തമത്രേ സമാധാനം വരുത്തിയത്. ഇന്ന് രാത്രി ലോകത്തിന്റെ ഒരു താത്വിക ചിന്തകൾക്ക്, ലോകത്തിന്റെ ഒരു പ്രമാണ പുസ്തകങ്ങൾക്ക്, ലോകത്തിന്റെ ഒരു രാഷ്ട്രീയ തത്വസംഹിതകൾക്ക്, ലോകത്തിന്റെ ഒരു സിദ്ധാന്തങ്ങൾക്ക്, ലോകത്തിന്റെ ഒരു ഇസങ്ങൾക്ക് നൽകുവാൻ കഴിയാത്ത മാനവരാശിയുടെ സമാധാനം അത് നൽകിയത് യേശു ചൊരിഞ്ഞ രക്തമാണ്. ഇന്ന് രാത്രി ഞാൻ ആ രക്തത്തെ പ്രസംഗിക്കുന്നു, ഞാൻ ആ രക്തത്തെ ഉയർത്തുന്നു, ഞാൻ ആ രക്തത്തിൽ പ്രശംസിക്കുന്നു. I am the preacher of the blood of Christ. ഞാൻ യേശു ക്രിസ്തുവിന്റെ രക്തം പ്രസംഗിക്കുന്നവനാണ്. കാരണം ആ രക്തം എന്റെ വീണ്ടെടുപ്പിന്റെ രക്തമാണ്, ആ രക്തം എന്റെ സൗഖ്യത്തിന്റെ രക്തമാണ്, ആ രക്തം എന്റെ സംരക്ഷണത്തിന്റെ രക്തമാണ്, ആ രക്തം എന്റെ സമാധാനത്തിന്റെ രക്തമാണ്. ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാട്ട്, യേശുവിന്റെ രക്തം എന്റെ സമാധാനത്തിന്റെ രക്തമാണ്. യേശുവിന്റെ രക്തം അത് സമാധാനത്തിന്റെ രക്തമാണ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. കാരണം അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എനിക്ക് സമാധാനമുണ്ടാക്കി. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. കാരണം അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എനിക്ക് സമാധാനമുണ്ടാക്കി. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് യേശുവിൻ്റെ രക്തം സമാധാനമുളവാക്കുന്നത്? യേശുവിൻ്റെ രക്തത്തിന് എങ്ങനെ സമാധാനമുണ്ടാക്കാൻ കഴിയുക? എബ്രായലേഖനം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, എബ്രായലേഖനം 12-ാം അധ്യായം 24-ാം വാക്യം, അവിടേക്ക് കടന്നു വരുമ്പോൾ ഏതാണ്ട് 8 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾ എവിടേക്കാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് 8 കൂട്ടം കാര്യങ്ങൾ അതിൻ്റെ 8-ാമത്തെ ഭാഗമായി ചേർത്ത് പറയുകയാണ്. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം എന്ന് പറയുകയാണ്. ആമേൻ. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, ആ രക്തത്തെക്കുറിച്ച് അവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായി പറയുകയാണ്, അത് പുണ്യാഹ രക്തമാണ്. അത് പുണ്യാഹ രക്തം. എന്താണ് പുണ്യാഹ രക്തം എന്നറിയാമോ? ഈ പുണ്യാഹ രക്തമെന്ന് അത് എബ്രായരോടാണ് പൗലോസ് പറയുന്നത്. കാരണം പഴയ നിയമ ന്യായപ്രമാണ കാലഘട്ടത്തിൽ യെരൂശലേമിലെ ദൈവാലയം
മരുഭൂമിയിലെ സമാഗമന കൂടാരം, മോശയുടെ കാലം തുടങ്ങിയവരുടെ ആരാധനയുടെ സിസ്റ്റത്തിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളതായിരുന്നു. അവിടെ അവർ ആലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആരാധിക്കുന്നവൻ നല്ല മനസ്സാക്ഷിയോടുകൂടെ ആരാധിക്കേണ്ടതിന് അവൻ എല്ലായ്പ്പോഴും എന്ത് ചെയ്യുമായിരുന്നെന്നറിയാമോ? ആ രക്തത്തെ യാഗപീഠത്തിന്മേൽ തളിക്കുക, ആ രക്തത്തെ തൊട്ടിമേൽ തളിക്കുക, ആ രക്തത്തെ ഉപകരണങ്ങളുടെ മേൽ തളിക്കുക. ഏറ്റവും ഒടുവിൽ 7-ാം മാസം 10-ാം തീയതി മഹാപുരോഹിതൻ മഹാപാപ പരിഹാര ദിവസത്തിൽ ബലിയർപ്പണത്തിനായി അകത്തേക്ക് പ്രവേശിച്ച് തിരശീലയ്ക്കകത്തേക്ക് കെരൂബുകൾ വിടർന്നു നിൽക്കുന്ന കൃപാസനം വഹിക്കുന്ന നിയമപ്പെട്ടകത്തിൻ്റെ കൊമ്പുകളിൽ 7 പ്രാവശ്യം രക്തം പുരട്ടുമായിരുന്നു. അതാണ് പുണ്യാഹ രക്ത. മഹാപുരോഹിതൻ്റെ വലങ്കയിലിരിക്കുന്ന രക്തം, സ്തോത്രം, ആ മഹാപുരോഹിതൻ്റെ വലങ്കയിലിരിക്കുന്ന സ്പ്രിംഗ്ലിംഗ് ബ്ലഡിനെ തളിക്കുന്ന രക്തത്തെ, പുണ്യാഹ രക്തത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് വിശുദ്ധ പൗലോസ് വിളിച്ചു പറയുകയാണ്, എന്തിനേയും ശുദ്ധീകരിപ്പാൻ കഴിയുന്നതാണ് യേശുവിൻ്റെ രക്തം. പുണ്യരക്തമെന്നല്ല പറഞ്ഞത്, പുണ്യാഹ രക്തം എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ പുണ്യമാക്കുവാൻ കഴിയുന്ന രക്തം. യേശുവിൻ്റെ രക്തം വിശുദ്ധ രക്തമെന്ന് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ട് വലിയ കാര്യമില്ല. പകരം യേശുവിൻ്റെ രക്തം വിശുദ്ധീകരിപ്പാൻ കഴിയുന്ന രക്തമാണ് കേട്ടോ. യേശുവിൻ്റെ രക്തം പുണ്യരക്തം എന്നല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. പകരം യേശുവിൻ്റെ രക്തം പുണ്യാഹ രക്തമാണ്. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ പുണ്യാഹ രക്തം. എന്താണ് ഹാബേലിൻ്റെ രക്തവും യേശുവിൻ്റെ രക്തവും തമ്മിലുള്ള വ്യത്യാസം? ഹാബേലിൻ്റെ രക്തം അവൻ്റെ സഹോദരൻ്റെ പാപം വിളിച്ചു പറയുന്ന രക്തമായിരുന്നു. ഹാബേലിൻ്റെ രക്തം അവൻ്റെ സഹോദരൻ്റെ പാപം വിളിച്ചു പറയുന്ന രക്തമായിരുന്നു. അവനെതിരെ തെളിവ് പറയുന്ന രക്തമായിരുന്നു. അവനെതിരെ സാക്ഷി പറയുന്ന രക്തമായിരുന്നു. എന്നാൽ അവിടെ പറയുകയാണ്, ഹാബേലിൻ്റെ രക്തം, സ്തോത്രം, തൻ്റെ സഹോദരനായ കയീൻ്റെ കുറ്റത്തെ പുറത്തെടുക്കുമ്പോൾ, തൻ്റെ സഹോദരനായ കയീൻ്റെ പാപത്തെ വിളിച്ചു കാണിക്കുമ്പോൾ, ദൈവത്തെയും കയീനെയും തമ്മിൽ ഹാബേലിൻ്റെ രക്തം ശത്രുവാക്കുമ്പോൾ, ഇതാ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തത്തെ ഇവിടെ കാണുകയാണ്. ഹാബേലിൻ്റെ രക്തം കയീൻ്റെ രക്തത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, യേശുവിൻ്റെ രക്തം തൻ്റെ ജനത്തിൻ്റെ പാപത്തെ മാറ്റുകയാണ്, മറയ്ക്കുകയാണ്. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തത്തിന് മനുഷ്യന് സമാധാനം തരുവാൻ കഴിയുക. കാരണം അത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. അത് നിന്റെ പാപങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന രക്തമല്ല, അത് നിന്റെ പാപങ്ങളെ മനുഷ്യനോട് പങ്കുവെക്കുന്ന രക്തമല്ല, പകരമോ അത് നിന്റെ പാപങ്ങളെ മോചിക്കുന്ന രക്തമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ അവന് വേണ്ടി പാപമോചനത്തിൻ്റെ രക്തം തളിക്കപ്പെടണം. കാരണം മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുവാനുള്ള ഒന്നാമത്തെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് രാത്രി ബൈബിളിലെ 2 വാക്യങ്ങളെ ഞാൻ നിങ്ങളെ കാണിക്കാം. യെശയ്യാപ്രവചനം 57-ാം അധ്യായം 21-ാം വാക്യം, 48-ാം അധ്യായം 22-ാം വാക്യം. 2 പ്രാവശ്യം ഒരേ വാക്യം വിളിച്ചു പറയുകയാണ് ഒരേ പുസ്തകത്തിൽ. യെശയ്യാ 57, 21, 48, 22 2 വാക്യങ്ങളും ഒരേ കാര്യമാണ് പറയുന്നത്. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇന്ന് രാത്രി മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നത് എവിടെയാണെന്നറിയാമോ? അവൻ്റെ ഹൃദയത്തിൻ്റെ നിർമ്മലത നഷ്ടപ്പെടുമ്പോൾ, അവൻ്റെ ജീവിതത്തിൽ പാപം സംഭവിക്കുമ്പോൾ. ഒരിക്കൽ ദാവീദ് തൻ്റെ ഓർമ്മയിൽ നിന്നൊരു പാട്ടുപാടി. ആ പാട്ടിനകത്ത് താൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ദൈവവും ഞാനും തമ്മിൽ ഉള്ള ഐക്യത നഷ്ടപ്പെട്ടോ, അത് മുഖാന്തരം എൻ്റെ ദേഹത്തിന് സൗഖ്യമില്ല. എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല എന്ന് പറയുകയാണ്. എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല. അത് യഥാർത്ഥ മൂലഭാഷയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, സ്വസ്ഥത, റെസ്റ്റ് എന്നുള്ള പദത്തിനപ്പുറം there is no peace in my bones എന്നാണ് പറയുന്നത്. എൻ്റെ അസ്ഥികളിൽ സമാധാനമില്ല. 38-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എനിക്ക് സമാധാനമില്ലാത്തത് എന്താണെന്നറിയാമോ? എൻ്റെ പാപം ഹേതുവായി എനിക്ക് സമാധാനമില്ല. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന സഹൃദയരായ ദേശനിവാസികളെ, ചാർച്ചക്കാരെ, ഞങ്ങളുടെ കൂടപ്പിറപ്പെ, ഇന്ന് രാത്രി ഞങ്ങൾ നിന്നോട് പറയട്ടെ, ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടോ ഒരു സമാധാനവും ഇല്ല എന്ന് ഈ രാത്രി നീ പറയുന്നെങ്കിൽ എവിടെയോ മറഞ്ഞു കിടക്കുന്ന പാപമാണ്. ആ പാപത്താൽ നിന്റെ മേൽ വാഴുന്ന ശാപമാണ് നിന്റെ സമാധാനത്തെ ഇല്ലാതാക്കുന്നത്. ഇന്ന് രാത്രി യേശുവിൻ്റെ രക്തം നിനക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രി
രാത്രി ഒരു സമാധാനവും ജീവിതത്തിലില്ല. നിന്റെ ഹൃദയം വ്യാകുലപ്പെടുന്നു. വിങ്ങുന്ന മനസ്സുമായി ഈ രാത്രി നീ ആയിരിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്ന ഒരു സമയമുണ്ടെങ്കിൽ, നിന്റെ പാപങ്ങളെ മാറ്റിക്കളയുവാൻ കഴിയുന്ന ഒരു നിമിഷമുണ്ടെങ്കിൽ, അത് നിന്റെ സമാധാനത്തിൻ്റെ രാത്രി ആയിരിക്കാം. അമേ, അപ്പോൾ ചോദിക്കുക, ഈ പാപം എങ്ങനെ എനിക്കൊന്ന് കഴുകിക്കളയാൻ കഴിയുക? ഈ പാപം എങ്ങനെ എനിക്കൊന്ന് മോചിക്കുവാൻ കഴിയുക? എൻ്റെ പാപം ആരെന്നോട് ക്ഷമിക്കുക? ഇന്ന് രാത്രി യേശു ക്രൂശിൽ മരിച്ചതിൻ്റെ സാധുത അവിടെയാണ് നിൽക്കുന്നത്. യോഹന്നാൻ എന്ന യേശു ശിഷ്യൻ തൻ്റെ ലേഖന പരമ്പരയ്ക്കകത്ത് 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ പറഞ്ഞാട്ട്, ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നതാണ്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരെ, സഹൃദയരെ, ഞങ്ങളുടെ കൂടപ്പുറപ്പേ, എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലെങ്കിൽ അതിൻ്റെ പിമ്പിലൊരു പാപമുണ്ട്. ഇന്ന് രാത്രി നീ സമാധാനം ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നിന്നോട് സ്നേഹത്തോടെ പ്രസംഗിക്കുകയാണ്. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ. എങ്ങനെ പാപങ്ങൾ മോചിക്കപ്പെടുവാൻ കഴിയുക? തൈലാഭിഷേകവും പാലഭിഷേകവും ഉരുളിച്ചയും നേർച്ചയും കൊണ്ട്, തൂക്കവും ചൂണ്ടലും കൊണ്ട് നിന്റെ പാപങ്ങൾക്ക് മോചനം വരുത്താൻ കഴിയത്തില്ല. പകരം ഇന്ന് രാത്രി യേശുവിൽ വിശ്വസിച്ച് നിന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം, ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം എൻ്റെ പാപങ്ങളെ മോചിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാം, സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കാം. അതിന് തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്, ദൈവം നീതിമാനാണ്. ഇന്ന് രാത്രി നീ ഇരിക്കുന്ന ഇടത്തു നിന്ന് ജീവിതത്തിൽ നിന്റെ മനസ്സാക്ഷിക്ക് നേരെ ഉയർന്നു നിൽക്കുന്ന ഒരു പാപം, ഒരു പക്ഷേ നിന്റെ പിതാക്കന്മാരുടെ കാലത്ത്, അവരുടെ കാലത്ത് സംഭവിച്ചു പോയ ഒരു അകൃത്യം ഇന്ന് നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും വേട്ടയാടുന്നുവെന്ന്, അവ നിന്നെ പിന്തുടരുന്നുവെന്ന് ഹൃദയത്തിൻ്റെ അകത്തൊരു ഭാരമോ ഭയമോ ഉണ്ടെങ്കിൽ ഈ രാത്രി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, യേശുവേ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് നീ രാത്രി ഒന്ന് വിളിച്ചു പറയുമെങ്കിൽ ദൈവപുത്രനായിരിക്കുന്ന യേശുവിൻ്റെ രക്തം, ആ കർത്താവ് ഗത്സമനയിൽ, കാൽവറിയുടെ കൊലമരത്തിൽ അവസാന തുള്ളി വരെയും ചൊരിഞ്ഞ രക്തം നിന്റെ പാപങ്ങളെ മോചിക്കുന്ന രക്തമാണ്. ഇന്ന് രാത്രി യേശുവിൻ്റെ രക്തത്താൽ നിന്റെ പാപങ്ങൾ കഴുകപ്പെടും. യേശുവിൻ്റെ രക്തത്താൽ നീ ഒരു നീതിമാനായി മാറ്റപ്പെടും. റോം എന്ന ലോകം ഭരിച്ച സാമ്രാജ്യത്തിൻ്റെ ഈറ്റില്ലത്തിലേക്ക്, അതിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് പൗലോസ് ഒരിക്കലൊരു ലേഖനം എഴുതി. ആ ലേഖനത്തിൻ്റെ 5-ാം ഖണ്ഡം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വസിക്കുന്നുവെങ്കിൽ, നീ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നിന്റെ കുറ്റങ്ങളെ മായ്ച്ചു കളയുക, അവൻ നിന്റെ പാപങ്ങളെ മായ്ച്ചു കളയുക. അതിങ്ങനെ ഒരൊറ്റ വാചകത്തിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇന്ന് രാത്രി നീ വിശ്വസിക്കുക, യേശുവിൻ്റെ പാപങ്ങളെ മോചിക്കുവാൻ ശക്തനാണ്, യേശുവിൻ്റെ പാപങ്ങളെ മോചിപ്പാൻ മതിയായവനാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, നിന്റെ പിതാക്കന്മാരുടെ കാലത്ത് സംഭവിച്ചു പോയതാകട്ടെ, നിന്റെ അറിവില്ലായ്മയിൽ സംഭവിച്ചതാകട്ടെ, ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, ദൈവമേ എനിക്ക് പിഴവ് പറ്റിപ്പോയി, എനിക്കൊന്ന് മടങ്ങി വരണോ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. നീ സമ്മതത്തോടെ ദൈവമുഖം നോക്കി യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ രാത്രി നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ പാരമ്പര്യത്തിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന് ആ പാപത്തിൻ്റെ ശാപം ഒഴിഞ്ഞു പോകുന്നതിനെ ഇന്ന് രാത്രി നിനക്ക് കാണുവാൻ കഴിയുക. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന അനേകരുടെ അടുക്കലും ചോദിച്ചാൽ, ഒരിക്കൽ അവർ പാപികളായിരുന്നു, പാപത്തിൻ്റെ അന്ധകാരത്തിൽ ജീവിച്ചവരായിരുന്നു, എന്നാൽ യേശുവിനെ കണ്ടുമുട്ടി, യേശുവിൽ കൂടെയുള്ള പാപമോചനത്തെ അവർ അറിഞ്ഞു. ആ പാപമോചനത്തിന് വേണ്ടി യേശുവിൻ്റെ നാമം ചൊല്ലി അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് അവരുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞപ്പോൾ
അവർക്കൊരു നല്ല മനസ്സാക്ഷി ലഭിച്ചോ, അവർക്കൊരു സമാധാനം ലഭിച്ചോ. അവർ ഉറങ്ങുവാൻ തുടങ്ങി, സമാധാനത്തോടെ ഉറങ്ങുവാൻ തുടങ്ങി. ഇന്ന് രാത്രി കർത്താവിങ്കലേക്ക് അടുത്തു വാ. അവൻ്റെ രക്തം നിന്റെ പാപങ്ങളെ മോചിക്കുന്നതാണ്. അവൻ്റെ രക്തം നിന്റെ പാപങ്ങളെ മോചിക്കുന്നതാണ്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ചിലരുടെ അടുക്കൽ പറഞ്ഞു, നിങ്ങൾ സമാധാനത്തോടെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. നിങ്ങൾ സമാധാനത്തോടെ പൊയ്ക്കൊള്ളാൻ. യേശു ആ പറഞ്ഞതിൽ ഒരാൾ ആരാണെന്നറിയാവോ? ഒരിക്കൽ യേശു കർത്താവ് ഗദരദേശത്തേക്ക് കടന്നുപോയി. ഗദര എന്നാൽ യഹൂദിയയിൽ ഉൾപ്പെട്ട ദേശമല്ല, നമുക്കറിയാവുന്നതാണ് ആ ചരിത്രം. യേശു ഗദര എന്ന് പറയുന്ന ദേശത്തേക്ക് കടന്നു ചെന്ന് 2000 പന്നികളിൽ കയറാൻ തക്കവണ്ണമുള്ള ഒരു ഭൂത ഒരു മനുഷ്യനിൽ കിടക്കുകയായിരുന്നു. ഏതാണ്ട് 6000 ഭൂതങ്ങൾ, 6000 ഭൂതങ്ങളുടെ ഒരു ലീജിയൻ, ഒരു ബറ്റാലിയൻ തന്നെ വന്ന് എന്ത് ചെയ്യുകയായിരുന്നു അറിയാവോ? ഒരു മനുഷ്യനിൽ കിടക്കുകയായിരുന്നു. അവൻ്റെ ജീവിതം അരിഷ്ടമായിരുന്നു. യേശു കടന്നു ചെന്നവനെ സ്വതന്ത്രനാക്കിയ യേശു മടങ്ങി ഗ്രാമത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇതാ ഒരു പള്ളിപ്രമാണി യേശുവിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. കർത്താവെ, എന്നെ അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ്. ഒരിക്കൽ യേശു കർത്താവ് ശിമോൻ എന്ന് പറയുന്ന ഒരു പരീശൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്. ശിമോൻ എന്ന് പറയുന്ന പരീശൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ യേശു കർത്താവ് പരീശനായ ശിമോൻ്റെ വീട്ടിൽ പന്തിക്ക് ക്ഷണിക്കപ്പെട്ടു. യേശു പന്തിക്ക് കടന്നു ചെന്നിരുന്നപ്പോൾ ഇതാ യേശുവിൻ്റെ പുറകിൽ ഒരു സ്ത്രീ വന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അമ്മേ, യേശുവിന് അവളെ മനസ്സിലായില്ലെന്ന് അവർ ചിന്തിച്ചത്. പക്ഷേ ആ പട്ടണത്തിലുള്ള എല്ലാവർക്കും അറിയാം, ശിമോനും ഇവളെ നന്നായിട്ടറിയാം. അമ്മേൻ, ആ പട്ടണത്തിലെ പാപിനിയായ ഒരു സ്ത്രീയായിരുന്നു. അവൾ വന്ന് യേശുവിൻ്റെ പുറകിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കരഞ്ഞ് അവസാനം അവളുടെ കണ്ണുനീര് ഒഴുകുമ്പോൾ അവൾ യേശുവിൻ്റെ കാൽക്കലേക്ക് കുത്തിയിരുന്നു. ആ കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ കാല് നനഞ്ഞ യേശുവിൻ്റെ കാൽപാദങ്ങൾ അവളുടെ മുടിക്കെട്ടടിച്ച് അവൾ ആ കാൽപാദങ്ങളെ തുവർത്തി. അമ്മേ, എന്നാൽ അവൾ കരയാൻ വേണ്ടി മാത്രമല്ല വന്നത്, അവൾ തല തുവർത്താൻ വേണ്ടി കാല് തിവർത്താൻ വേണ്ടി മാത്രമല്ല വന്നത്. അവളുടെ കയ്യിൽ ഒരു സ്വച്ഛ ജടാമാംസി തൈല, ഒരു വെങ്കൽ ഭരണി നിറയെ തൈലമുണ്ടായിരുന്നു. അവൾ വന്ന് യേശുവിൻ്റെ കാൽക്കലിരുന്ന് ആ ഭരണി പൊട്ടിച്ച് യേശുവിൻ്റെ മേൽ പൂശുവാൻ തുടങ്ങി. ആ വീട് മുഴുവൻ മണം കൊണ്ട് നിറഞ്ഞു. സ്തോത്ര. അപ്പോൾ ഈ ശിമോൻ എന്ന് പറയുന്ന പരീശൻ ഇവിടെ ഇരുന്ന് ചോദിക്കുകയാണ്, ഇവൾ എങ്ങനത്തവളാണെന്ന് ഇവനെ അറിഞ്ഞില്ലല്ലോ എന്ന്. യേശു കർത്താവ് ശിമോൻ്റെ അടുക്കൽ ചോദിച്ചോ, ശിമോനെ, ഒരു മനുഷ്യന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ ഏറെ ഇളച്ച് കിട്ടി, ഒരുവന് കുറച്ചളച്ച് കിട്ടി. ആരായിരിക്കും കൂടുതൽ സന്തോഷിക്കുന്നത്? ആരായിരിക്കും കൂടുതൽ സ്നേഹിക്കുന്നത്? ശിമോൻ പറഞ്ഞു, സ്വാഭാവികം, അധികം ഇളച്ച് കിട്ടിയവനാണ് അധികം സ്നേഹിക്കുന്നത്. യേശു കർത്താവ് തിരിഞ്ഞ് ഈ സ്ത്രീയെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൾക്ക് അധികം പാപം ഇളച്ച് കിട്ടി, ആകയാൽ ഇവൾ സന്തോഷിക്കുകയാകുന്നു. എന്നിട്ട് യേശു ശിമോൻ്റെ അടുക്കൽ പറഞ്ഞു, ശിമോനെ, ഇവള് ചെയ്തതൊക്കെ നിനക്ക് വിമർശനാത്മകമായി തോന്നുന്നു, പക്ഷേ അവൾ പൂശിയ തൈലത്തിൽ എൻ്റെ ഹൃദയം സന്തോഷിച്ചോ. എന്നിട്ട് യേശു ഈ സ്ത്രീയെ നോക്കി തിരിഞ്ഞോ. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 47-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ആ സ്ത്രീയുടെ അടുക്കൽ പറയുന്ന ഒരു ഭാഗമാണ്, ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. എന്നിട്ട് 48-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെ യേശു അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. യേശു അവളോടൊരു വാക്ക് പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് അടുത്തത് എന്താ യേശു അവളോട് പറയുന്നതെന്നറിയാമോ? നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. യേശു അവിടെ ഒരു യാഥാർത്ഥ്യം പറയുകയാണ്, ഒരുത്തൻ്റെ പാപം മോചിക്കപ്പെട്ടാൽ അവൻ സമാധാനമുള്ളവനായി തീരും. ഇന്ന് രാത്രി ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം, ഒരുത്തന് പാപമോചനം ലഭിച്ചാൽ അവന് സമാധാനം ലഭിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കുകയാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപമോചനം സംഭവിക്കുമ്പോൾ അവന് സമാധാനം ലഭിക്കുകയാണ്. യേശുവിൻ്റെ രക്തം പാപങ്ങളെ മോചിക്കുമ്പോൾ അവൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കുകയാണ്. 2-ാം ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, സ്തോത്ര, 1, യേശുവിൻ്റെ രക്തം പാപങ്ങളെ മോചിച്ച് മനുഷ്യന് സമാധാനം നൽകും. 2, യേശുവിൻ്റെ രക്തം എങ്ങനെയാണ് മനുഷ്യന് സമാധാനം നൽകുന്നത്? മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം ഞാൻ മുൻപേ പറഞ്ഞ വേദഭാഗം, അത് കർത്താവായ യേശു ഗദരദേശത്ത് ഭൂതബാധിതനായ മനുഷ്യനെ സൗഖ്യമാക്കി മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ ഇതാ യായിറോസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്രമാണി യേശുവിൻ്റെ അടുക്കൽ ഓടി വന്ന് നിലവിളിച്ചിട്ട് പറഞ്ഞു, 12 വയസ്സുണ്ട് എൻ്റെ കുഞ്ഞിന്. അവൾ നല്ല ഓടിച്ചാടി നടന്ന കുഞ്ഞാ, പക്ഷേ 12 വയസ്സായ കുഞ്ഞ് ഇതാ പെട്ടെന്ന് അവൾക്ക് വയ്യാതായി. 2 ദിവസമായിട്ട് അവൾ തീരെ വയ്യ. പക്ഷേ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ സംഗതി ആകെ പ്രശ്നമാണ്. ഒന്ന് വരാമോ സൗഖ്യമാക്കാനെന്ന്? യേശു പറഞ്ഞു, എന്താ വരാമെന്ന് പറഞ്ഞു.
കഴിഞ്ഞ് യേശു യായിറോസിൻ്റെ വീട്ടിലേക്ക് നടക്കുക. പെട്ടെന്ന് യേശു കർത്താവ് തിരിഞ്ഞു നിന്നു. യായിറോസ് പറഞ്ഞു, കർത്താവേ വേഗം വാ, കുഞ്ഞ് മരിച്ചു പോകുമെന്ന്. യേശു പറഞ്ഞു, 12 വർഷമായിട്ട് നിൻ്റെ വീട്ടിൽ സന്തോഷമല്ലേ? ഇപ്പോഴല്ലേ ഒരു പ്രശ്നം വന്നത്? പക്ഷേ എന്നെ തൊട്ടത് 12 വർഷമായി കഷ്ടം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാ. അമ്മേ, നിൻ്റെ വീട്ടിലെ പ്രശ്നം ഇന്നലെ ഉണ്ടായത്. കഴിഞ്ഞ 12 വർഷമായി നിനക്ക് സമാധാനമുണ്ട്. പക്ഷേ എന്നെ തൊട്ടത് 12 വർഷമായി സമാധാനമില്ലാത്ത ഒരുത്തിയ. യേശു തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, എന്നെ തൊട്ടതാരാണെന്ന് ചോദിച്ചോ. തൊട്ട സ്ത്രീ ആകെ പേടിച്ചുപോയി. കാരണം യഹൂദ പാരമ്പര്യത്തിൽ രക്തസ്രവമുള്ള ഒരു സ്ത്രീ വീടിന് വെളിയിൽ ഇറങ്ങരുത്. അവൾ ഇരിക്കുന്ന ഇരിപ്പിടത്തെ വേറൊരുത്തനിരുന്നാൽ അവൻ പോലും കുളിക്കണമെന്ന പ്രമാണം. അവണ്ണം സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടാക്കപ്പെട്ട് ബഹിഷ്കരിക്കപ്പെട്ട ഒരു പാവപ്പെട്ട സ്ത്രീ. ഇവൾ ഒരു കാലത്ത് നല്ല സമ്പന്നയായിരുന്നു. എന്നാൽ ഈ രോഗം അവളുടെ ജീവിതത്തിൽ കടന്നു വന്ന് ഈ രോഗം അവളുടെ സാമ്പത്തിക നിലയെ മൊത്തം തകർത്തു. അവൾ ഏറിയ വൈദ്യന്മാരെ കണ്ടു. പോകാവുന്ന ഹോസ്പിറ്റലുകളിൽ മുഴുവൻ അവൾ പോയി. ഹോസ്പിറ്റലിൽ പോയി അവളുടെ കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നു. അവൾ ഒത്തിരി സഹിച്ചു. അവൾ ജീവിതം ഗതികെട്ട് അവസാനം യേശുവിനെ കുറിച്ച് കേട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നതാ. തൊട്ടു. യേശു തിരിഞ്ഞു നിന്ന് അവളുടെ അടുക്കൽ പറഞ്ഞു, മകളെ, നീ ബാധ ഒഴിഞ്ഞിരിക്കുന്നു. നീ എന്ത് ചെയ്തോളെന്ന് അറിയാമോ? നീ സമാധാനത്തോടെ പൊയ്ക്കൊള്ളാൻ പറയുകയാണ് യേശു കർത്താവ്. മർക്കോസിൻ്റെ സുവിശേഷം 5:34 അവിടെ വിളിച്ചു പറയുകയാണ്, നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു, നീ സമാധാനത്തോടെ പോകാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, പാപം മാറിയാൽ മനുഷ്യന് സമാധാനം വരും. 2, രോഗം മാറിയാൽ മനുഷ്യന് സമാധാനം വരും. അതുകൊണ്ടാണ് യെരമ്യാ പ്രവചനം 33-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെരമ്യാ പ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയോ സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുക. അപ്പം രോഗശാന്തിക്കകത്ത് നിന്ന്, സൗഖ്യത്തിനകത്ത് നിന്ന് കർത്താവ് മനുഷ്യൻ എന്ത് നൽകുകയാണ്? സമാധാനത്തെ നൽകുകയാണ്. ഇന്ന് രാത്രികാല ഞങ്ങളെ ശ്രവിക്കുന്നവരാരെങ്കിലും രോഗബന്ധനങ്ങൾക്കകത്തുണ്ടെങ്കിൽ, ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ രക്തത്തിന് നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ അധികാരമുണ്ട്. യേശു കർത്താവ് യെശയ്യാ പ്രവചനം 57-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെശയ്യാ പ്രവചനം 57-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ അവരെ സൗഖ്യമാക്കുക, ഞാൻ അവരെ സൗഖ്യമാക്കുക. യെശയ്യാ 57:18. എന്നാൽ അതിൻ്റെ 19-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ദൂരസ്ഥനും സമീപസ്ഥനോ സമാധാനം, സമാധാനം എന്ന് പറഞ്ഞാൽ ഞാൻ സൗഖ്യമാക്കി സമാധാനം നൽകുക. ഇന്ന് രാത്രി രോഗം തകർത്ത് കളഞ്ഞ നിന്റെ കുടുംബത്തിൻ്റെ സമാധാനം ഇന്ന് രാത്രി യേശുവിൻ്റെ രക്തത്തിന് യഥാസ്ഥാനപ്പെടുത്തി മാറ്റുവാൻ കഴിയുക. ഇന്ന് രാത്രി എത്ര പേർ ഈ പന്തലിനകത്താരെങ്കിലും ഒരു രോഗിയായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നീ ആ രോഗവുമായി കടന്നു പോകത്തില്ല. ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കുകയാണ്. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ ആ അടിപ്പിണരിൽ നിന്ന് ഒഴുകിയ പുണ്യാഹ രക്തത്താൽ നീ സൗഖ്യമാവുകയാണ്. ഇന്ന് രാത്രികാലം ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ എന്നെ വിളിച്ചു വേർതിരിക്കുമ്പോൾ എൻ്റെ മേലിട്ട അഭിഷേകത്തിൻ്റെ ശക്തിക്കകത്ത് രോഗശാന്തിയുടെ അധികാരമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ആ നിമിഷത്തെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവിക അധികാരത്തിൽ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ രക്തത്തിൽ നീ സൗഖ്യമാകാ, യേശുവിൻ്റെ രക്തത്തിൽ നീ സൗഖ്യമാകാ. ഇന്ന് രാത്രി ഞാൻ ദൈവിക അധികാരത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, യേശുവിൻ്റെ രക്തത്തിൽ സൗഖ്യമാകാ. ഇന്ന് രാത്രി ഇത് കേവലം ഒരു മതപ്രഭാഷണമെന്നോ ഇത് കേവലം ഒരു കവലപ്രസംഗമെന്നോ കരുതി നീ വിടരുത്. ഇന്ന് രാത്രി ഞാൻ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾക്കകത്തല്ല, ജീവിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ, സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുടെ പ്രകടനമായിട്ടാണ് ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി നിന്നെ അലട്ടുന്ന നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തെ തകർത്തുന്ന ഏത് രോഗമായിരുന്നാലും ഇന്ന് രാത്രി അത് സൗഖ്യമാകുന്ന മിനിറ്റുകളാണ്. ആന്തരിക മുഴകൾ അപ്രത്യക്ഷമാകുന്ന മിനിറ്റുകളാണ്. ശരീരത്തിന്റെ ബന്ധനങ്ങളായി തീർന്നിരിക്കുന്ന രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയുന്ന മിനിറ്റുകളാണ്. ഇന്ന് രാത്രി നിന്റെ ശരീരത്തെ അലട്ടുന്ന രോഗമേതുമായിരിക്കട്ടെ, ഒരു നിമിഷം കണ്ണുകളെ അടച്ച് സ്വർഗത്തിലെ യേശു കർത്താവിനെ നോക്കി, യേശുവേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞാട്ട്, യേശുവേ എന്നെ സൗഖ്യമാക്കണമേ. ഒരു നിമിഷം ഇന്ന് രാത്രി ഇതിനകത്ത് ഏതെങ്കിലും ഒരു രോഗവുമായി നീ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ഒരു രോഗബന്ധനമുണ്ടെങ്കിൽ, തലമുറയായി കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു രോഗമുണ്ടെങ്കിൽ, നിന്റെ തലമുറകളെ പിടിച്ചിരിക്കുന്ന ഒരു രോഗമുണ്ടെങ്കിൽ, tonight
ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ ശുശ്രൂഷിക്കുന്നു. ദൈവപുത്രനായിരിക്കുന്ന യേശുവിന്റെ രക്തം, അവന്റെ അടിപ്പിണറുകളിൽ നിന്നൊഴുകിയ രക്തം എന്നെ സൗഖ്യമാക്കുകയാണ്. ഇന്ന് രാത്രി സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. ഇന്ന് രാത്രി ഏതെങ്കിലും ചില രോഗങ്ങളെയല്ല, സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന യേശുവിന്റെ രക്തം. ഓ, ഞാൻ യേശുവിന്റെ രക്തത്തിൽ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. നാളുകളായി കെട്ടപ്പെട്ടു നിൽക്കുന്ന രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ശരീരങ്ങളെ പിടിക്കുന്ന രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. അസ്ഥികളെ കെട്ടുന്ന രോഗശക്തികൾ അഴിഞ്ഞു മാറട്ടെ. രക്തത്തിൽ കലർന്നിരിക്കുന്ന രോഗശക്തികൾ അഴിഞ്ഞു മാറട്ടെ. മന്ത്രവാദം ചെയ്ത് നിന്നെ രോഗിയാക്കിയ, കൈവശം തന്ന് നിന്നെ രോഗിയാക്കിയ, ആഭിചാരം ചെയ്ത് നിന്നെ രോഗിയാക്കിയ രോഗശക്തികൾ ഇന്ന് രാത്രി ദൈവിക അധികാരത്തിൽ ഞാൻ അഴിച്ചു കളയുന്നു. And I command, heal. ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കുകയാണ്. റിസീവ് ദ ഹീലിംഗ്, റിസീവ് ദ ഹീലിംഗ് ടുനൈറ്റ്. ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കുകയാണ്. ഈ രാത്രി യേശു നിന്നെ സൗഖ്യമാക്കുകയാണ്. യേശുവിന്റെ രക്തത്തിൽ മന്ത്രവാദം ചെയ്ത് നീ രോഗിയായി പോയ അവസ്ഥകൾക്കകത്തുനിന്ന്, പാരമ്പര്യമായി നിന്റെ മേൽ വീണ് കിടക്കുന്ന, നിന്റെ കുടുംബത്തിന് മേൽ വീണ് കിടക്കുന്ന രോഗശക്തികളുടെ അധികാരങ്ങൾ ഇന്ന് രാത്രി ഒഴിഞ്ഞു പോവുകയാണ്. ഇതാ നിന്റെ വീട്ടിൽ നിന്ന് ഒരു പുക പതറി പോകുന്നത് പോലെ രോഗശക്തികൾ അഴിഞ്ഞു പോവുകയാണ്. രോഗശക്തികൾ വിട്ടുപോവുകയാണ്. യേശുവിന്റെ സുവിശേഷം അത് രോഗശാന്തിയുടെ സുവിശേഷമാണ്. അവൻ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. യേശുവിന്റെ രക്തത്തിൽ, യേശുവിന്റെ രക്തത്തിൽ പത്രോസിന്റെ നിഴൽ തട്ടിയവർക്ക് വന്ന സൗഖ്യം പോലെ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ നിഴലിനകത്ത്, അഭിഷേകത്തിന്റെ നിഴലിനകത്ത് ഇന്നമേൽ ഞാൻ ദൈവിക സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ രക്തത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ രക്തത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ രക്തത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ രക്തത്തിൽ സൗഖ്യമാകട്ടെ. All the internal disorders, all the internal disorders, I command in Jesus' name, I command in kingdom authority to be healed in Jesus. Jesus. ഞാൻ വേഗത്തിൽ വചന ശുശ്രൂഷയെ അവസാനിപ്പിച്ച് വീണ്ടും ചില മിനിറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കാം. ഇന്ന് രാത്രി ചില അത്ഭുതങ്ങളുടെ രാത്രിയാണ്. ഈ രാത്രി ചില വിടുതലുകളുടെ രാത്രിയാണ്. ഈ രാത്രി സൗഖ്യത്തിൻ്റെ രാത്രിയാണ്. നീ വന്നതുപോലെ മടങ്ങിപ്പോകത്തില്ല. നിന്റെ കണ്ണുകളെ ദൈവം തൊടുന്ന രാത്രിയാണ്. നിന്റെ അസ്ഥികളെ ദൈവം തൊടുന്ന രാത്രിയാണ്. യേശുവിൻ്റെ രക്തത്തിൽ ഇന്ന് രാത്രി രോഗബന്ധനം അഴിഞ്ഞത് നീ സ്പഷ്ടമായി കണ്ടിട്ട് ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോകാം. തലമുറയായി കുടുംബത്തെ കെട്ടിയൊതുക്കിയ ഒരു സമയമാകുമ്പോൾ കണ്ണിനകത്ത് ഇരുട്ട് വ്യാപരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കാഴ്ച ശക്തിയോട് പോരടിക്കുന്ന രോഗശക്തികൾ ഇന്ന് രാത്രി അതിഭയങ്കരമായിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ പകർച്ച ഇതിനകത്ത് വെളിപ്പെട്ട് വരുന്നുണ്ട്. ഇന്ന് രാത്രി കർത്താവ് ചിലരെ തൊടുന്ന രാത്രിയാകുന്നു. പരിശുദ്ധാത്മാവിന് സ്തോത്രം. കണ്ടോ, യേശുവിൻ്റെ രക്തം സമാധാനത്തെ ഉളവാക്കുകയാണ്. അത് പാപങ്ങളെ മോചിച്ച് സമാധാനം കൊണ്ടുവരും. അത് രോഗങ്ങളെ സൗഖ്യമാക്കി സമാധാനത്തെ കൊണ്ടുവരും. അത് യേശുവിൻ്റെ രക്തത്താൽ സമാധാനമുണ്ടാകുന്നു. എന്നാൽ യേശുവിൻ്റെ രക്തത്താൽ മാത്രമല്ല സമാധാനമുണ്ടാകുന്നത്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശുശ്രൂഷയ്ക്കായി ശിഷ്യരെ വേർതിരിച്ചു. 70 പേരെ കൂട്ടി വിളിച്ചിട്ട് അധികാരം കൊടുത്ത് ഈരണ്ടായി 35 ഇടങ്ങളിലേക്ക് പറഞ്ഞയച്ചു. പിന്നെയും 12 വരെ അടുക്ക വിളിച്ച് അധികാരം കൊടുത്ത് യേശു പറഞ്ഞയച്ചു. ശിഷ്യഗണത്തെ ശുശ്രൂഷയ്ക്കായി പറഞ്ഞയക്കുമ്പോൾ കർത്താവ് അവരുടെ അടുക്കൽ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ, ഗ്രാമത്തിൽ ചെന്നാൽ ആ ഗ്രാമത്തിൽ ചെന്ന് യോഗ്യമായ ഒരു വീട് നോക്കി ആ വീട്ടിൽ കയറി ചെല്ലണം. ആ വീട്ടിൽ കയറി ചെന്നാൽ നിങ്ങൾ ആദ്യം എന്ത് പറയണമെന്നറിയാമോ? ഈ വീടിന് സമാധാനമെന്ന് പറയണോ. നിങ്ങൾ ആ വീടിനെ നോക്കി സമാധാനമെന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നിങ്ങളുടെ അകത്തു കിടക്കുന്ന സമാധാനം നിങ്ങളുടെ ശബ്ദത്തിൽ കൂടെ ആ വീട്ടിലേക്ക് കയറി ചെല്ലും. ആ വീട്ടിലേക്ക്
കയറി ചെന്ന് ആ വീടിനകത്ത് കിടക്കുന്ന ദുരന്തരീക്ഷങ്ങളെ മാറ്റിയിട്ട് ആ വീടിനകത്തൊരു സമാധാനമുണ്ടാകാം. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ലോകം മുഴുവനും കർത്താവ് സുവിശേഷകരെ എഴുന്നേൽപ്പിക്കുകയാണ്. കോടി സുവിശേഷകർ കൊല്ലപ്പെട്ടു. ഈ ഒരു വർഷത്തിൽ തന്നെ എത്രയോ സുവിശേഷകർ കൊല്ലപ്പെട്ടു, എത്രയോ സുവിശേഷകർ ആക്രമിക്കപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച ഞാൻ നോർത്ത് ഇന്ത്യയിൽ കടന്നുപോയിട്ട് വരുമ്പോൾ അവിടെയുള്ള സഹോദരങ്ങൾ പറഞ്ഞ ഭീകരമായിരിക്കുന്ന കഥകൾ എൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. സ്തോത്ര. എല്ലാ ഞായറാഴ്ചയും ഒരു ദൈവാലയം വെച്ച് തകർക്കപ്പെടും. ആമേൻ. എല്ലാ ഞായറാഴ്ചയും ഇപ്പോൾ ഛത്തീസ്ഗഡിലൊക്കെ ഉത്തരേന്ത്യയിൽ ഒരു ദൈവാലയം വെച്ച് ആക്രമിക്കപ്പെടുക. ഇരുമ്പ് വടി കൊണ്ടാണ് കടന്നു വരുന്നത്. ഇരുമ്പ് വടി കൊണ്ട് വന്ന ആഞ്ഞാഞ്ഞ് അടിക്കുകയാണ്. ഇനി അടി കൊള്ളുന്നത് മാത്രമല്ല രസ, അടി കൊണ്ട കേസ് അവസാനം ആർക്കാണെന്നറിയാവോ? കേസു ഈ പാസ്റ്റർമാർക്കെതിരെയാ. അടി കൊള്ളുന്നതും പാസ്റ്റർ, കേസ് വരുന്നതും പാസ്റ്റർക്ക്. സ്തോത്ര. അമ്മേ, ഇപ്രകാരം ഇങ്ങനെ കിരാതമായ മുറിവുകൾ ഏൽക്കുകയാണ്. ഈ ലോകത്തിൽ ഏറ്റവും ക്രൈസ്തവ രാജ്യമെന്ന് നിലകൊള്ളുന്ന ഈ അമേരിക്കൻ രാഷ്ട്രത്തിൽ തന്നെ ഈ 2025 പബ്ലിക്കിൽ വെച്ച് ഒരു സുവിശേഷകൻ കൊല്ലപ്പെട്ടു. വെടിവെച്ച് ദൂരെ നിന്ന് ഷാർപ്പ് ഷൂട്ടർ അവനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. എത്രയോ സുവിശേഷകർ കൊല്ലപ്പെട്ടിരിക്കുന്നു. സുവിശേഷം അറിയിച്ച യോഹന്നാൻ സ്നാപകൻ കൊല്ലപ്പെട്ടു. സുവിശേഷത്തിൻ്റെ തലതൊട്ടപ്പനായിരിക്കുന്ന യേശു ക്രിസ്തു കൊല്ലപ്പെട്ടു. പ്രവാചകന്മാർ കൊല്ലപ്പെട്ടു. യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനൊഴിച്ച് ബാക്കി എല്ലാവരും വാളുകൊണ്ട് അറക്കപ്പെട്ടു, ഈർച്ചവാളാൽ കൊല്ലപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, കഴുത്തറക്കപ്പെട്ടു. ചെയ്യാവുന്ന പീഡകൾ മുഴുവനും ആക്രമണങ്ങൾക്ക് വിധേയരായി കൊല്ലപ്പെട്ടു. പക്ഷേ ഇന്നും സുവിശേഷകർ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും സുവിശേഷകർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് കേവലം കവലപ്രസംഗമല്ല, ഇത് കേവല പ്രഭാഷണ ചാതുര്യമല്ല. പകരം ഇതിനകത്ത് എന്തുണ്ടെന്നറിയാമോ? ഇതിനകത്ത് ദൈവം വിളിച്ചു വേർതിരിക്കുന്ന ഓരോ ദൈവ ശുശ്രൂഷകനോ, അദ്ദേഹം വലിയ പാസ്റ്ററോ പ്രസംഗികനോ, അദ്ദേഹം വലിയ പ്രഭാഷണ ചാതുര്യമുള്ളവനൊന്നും ആകണമെന്നില്ല. അദ്ദേഹം ഒരിക്കൽ പോലും ഒരു സ്റ്റേജിൽ കയറി കാണത്തില്ല. അപ്പം അദ്ദേഹം ഒരു വീട്ടിൽ കയറി ചെന്നാൽ ആ വീടിനോട് നിനക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായി ദൈവം വിളിച്ചു വേർതിരിച്ച് അഭിഷേകം ചെയ്ത ഒരു ശുശ്രൂഷകൻ്റെ, ഒരു അഭിഷക്തൻ അവൻ എന്ത് ചെയ്യുകയാണെന്നറിയാമോ? അവനൊരു സമാധാനവാഹകനാണ്. അവനൊരു സമാധാനവാഹകനാണ്. അവൻ ആ വീട്ടിൽ ചെന്ന് സമാധാനം എന്ന് പറയുമ്പോൾ ആ വീടിന് സമാധാനം വരികയാണ്. ഇന്ന് രാത്രി ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ കൂടപ്പറപ്പുകളെ, എൻ്റെ സ്നേഹിതരെ, എൻ്റെ ദേശനിവാസികളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം വിളിച്ചു പറയാം. ഒരു ദൈവദാസനെ നീ ആട്ടി ഓടിക്കുമ്പോൾ ഒരു സമാധാനവാഹകനെയാണ് നീ ആട്ടി ഓടിക്കുന്നത്. ആ ദൈവദാസനെ നീ ഓടിച്ചു വിടുമ്പോൾ നീ ആ സമാധാനത്തെയാണ് ഓടിച്ചു വിടുന്നത്. അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യഗണത്തോട് പറഞ്ഞു, ഏതെങ്കിലും ഒരു പട്ടണത്തിൽ നിങ്ങളെ പുറത്താക്കിയാൽ നിങ്ങൾ പെട്ടെന്ന് തമ്പേറും എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഡ്രം കൊട്ടി ഘരാവോയും വിപ്ലവവും ഒന്നും സൃഷ്ടിക്കണ്ട. കാലയിലെ പൊടി തട്ടി അവിടുന്ന് പൊക്കോ. അവിടെ പെന്തക്കോസ് യൂണിയൻ ഒന്നും ഉണ്ടാക്കി, പെന്തക്കോസ് CITUയും പെന്തക്കോസ് AITUയും ഒന്നും ഉണ്ടാക്കണ്ട. പകരം നീ കാലയിലെ പൊടി തട്ടിയിട്ട് പൊക്കോ. പിന്നെ ആ ദേശത്തിന് സംഭവിക്കാൻ പോകുന്നത് നോക്കിയാൽ സൊദോമും ഗൊമോറയും പിന്നെയും കൊള്ളാമായിരുന്നെന്ന് എന്ന് പറഞ്ഞാൽ നീ ഒരിടത്ത് നിന്ന് പോയാൽ സമാധാനം പോയെന്നാ അതിൻ്റെ അർത്ഥം. നീ ഒരിടത്ത് ചെന്നാൽ സമാധാനം ചെന്നെന്നാ അതിൻ്റെ അർത്ഥം. ഇന്ന് രാത്രി ഞാൻ എന്നെ കേൾക്കുന്ന എൻ്റെ സഹൃദയരോട് പറയുകയാണ്, കുടുംബത്തിൽ സമാധാനം, ഒരു സുവിശേഷകൻ, ഒരു ദൈവദാസൻ, ഒരു അഭിഷക്തൻ എൻ്റെ വീട്ടിൽ കയറുമ്പോൾ എൻ്റെ വീട്ടിനകത്തൊരു സമാധാനം വരും. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുകയാണ്? തൻ്റെ ശിഷ്യന്മാരിൽ കൂടെ സമാധാനത്തെ പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ടാണ് സ്തോത്ര യെശയ്യാപ്രവചനം 52 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിച്ച് രക്ഷയെ പ്രസിദ്ധമാക്കുന്ന സുവാർത്താദൂതൻ്റെ കാലത്ര മനോഹര. അപ്പം സുവാർത്താദൂതനെ കുറിച്ച് അവിടെ പറയുകയാണ്, അവൻ സമാധാനത്തെ ഘോഷിച്ചോ രക്ഷയെ പ്രസിദ്ധമാക്കി. മലയാളത്തിൽ ഇത് ഘോഷിച്ചുവെന്നും പ്രസിദ്ധമാക്കി എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്.
ഉപയോഗിക്കുന്നത്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ മൂലഭാഷയിലേക്ക് കടന്നു വരുമ്പോൾ പബ്ലിഷിംഗ് ദ ഗുഡ് ടൈഡിങ്സ് ആൻഡ് പബ്ലിഷിംഗ് ദ സാൽവേഷൻ ആൻഡ് പബ്ലിഷിംഗ് ദ പീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ രക്ഷയുടെ പ്രസംഗത്തിനകത്ത്, രക്ഷയ്ക്കകത്ത് ഒരു സമാധാനമുണ്ട്. ഇന്ന് രാത്രി സുവിശേഷത്തെ നീ സ്നേഹിക്കുമെങ്കിൽ, സുവിശേഷത്തെ നീ സ്നേഹിക്കുമെങ്കിൽ നിനക്കൊരു സമാധാനമുണ്ടാകുക. യേശുവിൻ്റെ രക്തം സമാധാനത്തിൻ്റെതാണ്, സുവിശേഷം സമാധാനത്തിൻ്റെതാണ്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കലൊന്ന് ചോദിക്കട്ടെ, അമ്മേ, കൺവെൻഷന് പോയി ആരെങ്കിലും കള്ളുകുടിയന്മാരായിട്ടുണ്ടോ? കൺവെൻഷന് പോയിട്ട് ആരെങ്കിലും സ്തോത്രം വീട്ടിൽ വന്ന് അടിയും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? കൺവെൻഷന് പോയിട്ട് ആരെങ്കിലും തുണിയില്ലാതെ റോഡിൽ കിടന്നിട്ടുണ്ടോ? കൺവെൻഷന് പോയിട്ട് ആരെങ്കിലും കട തല്ലി പൊട്ടിച്ചിട്ടുണ്ടോ? എവിടെയും സംഭവിച്ചിട്ടില്ല. അമ്മേ, കാരണം സുവിശേഷം എന്നുള്ളത് മനുഷ്യനെ ഉത്തമ മനുഷ്യനാക്കി തീർക്കുന്നതാണ്. ലോകത്തിൻ്റെ വിനോദങ്ങൾ, ലോകത്തിൻ്റെ ലഹരിയും മദ്യവും മനുഷ്യനെ മൃഗമാക്കി തീർക്കുമ്പോൾ ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കി തീർത്ത് അവൻ്റെ വീട്ടിനകത്ത് സമാധാനം നൽകുന്നത് ഞാൻ പ്രസംഗിക്കുന്ന ഈ സുവിശേഷമാണ്, ഞാൻ പ്രസംഗിക്കുന്ന ഈ ബൈബിളാണ്. സ്തോത്രം. ഇന്ന് രാത്രികാല പലപ്പോഴും അമ്മേ, ചില ദിവസങ്ങൾക്ക് മുൻപ് അമ്മേ, തെഹൽക്കയുടെ എഡിറ്ററായിട്ടിരിക്കുന്ന മാത്യു സാമുവൽ എന്ന് പറയുന്ന പ്രഗത്ഭനായിരിക്കുന്ന ഇന്ത്യ കണ്ടതിൽ ഏറ്റവും തികവേറിയൊരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിന് ഒരു സ്വീകരണം സംഘടിപ്പിച്ചു, അദ്ദേഹത്തിനൊരു പുരസ്കാരം നൽകി. ആ പുരസ്കാര വേദിയിൽ അദ്ദേഹം പറഞ്ഞു, പെന്തക്കോസ്തുകാർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല, പെന്തക്കോസ്തുകാർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരുമില്ല. അത് കേട്ടിട്ട് നമ്മുടെ ചില സഹോദരൻ പറഞ്ഞു, ശരിയാ, പെന്തക്കോസ്തുകാരൊക്കെ ഒന്നിച്ച് നിന്ന് ശബ്ദമുയർത്തണം. ഇവിടെ പെന്തക്കോസ്തുകാരെന്നാ ഒന്നിച്ചിരുന്ന് ശബ്ദം ഉയർത്താഞ്ഞത്? എല്ലാ ഞായറാഴ്ചയും, എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്ക്, എല്ലാ രാത്രി പ്രാർത്ഥനയ്ക്ക് നീ ചെന്ന് നോക്ക്, പെന്തക്കോസ്തുകാർ ഒന്നിച്ചിരുന്ന് ശബ്ദം ഉയർത്തുന്നത് കാണാൻ കഴിയുക. അത് സെക്രട്ടേറിയറ്റിൻ്റെ വാതുക്കപ്പോയല്ല, അമ്മേ, അത് കളക്ടറേറ്റിൻ്റെ വാതുക്കപ്പോയല്ല, അത് മുഖ്യമന്ത്രിക്കെതിരെയല്ല അവൻ ശബ്ദം ഉയർത്തുന്നത്, അത് രാഷ്ട്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരെയല്ല അവൻ കൊട്ടിപ്പിടിക്കുന്നത്. അവൻ്റെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം, അവൻ്റെ നിലവിളി സ്വർഗത്തിലേക്ക് ഉയർത്താം. അമ്മേ, അവൻ ശബ്ദം ഉയർത്താം. പെന്തക്കോസ്തുകാരന് ശബ്ദമില്ലെന്ന് ഈ നാട്ടിൽ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? പെന്തക്കോസ്തുകാരന് ശബ്ദമില്ലെന്ന്. ഇന്ന് രാത്രി പെന്തക്കോസ്തുകാരനൊരു ശബ്ദമുണ്ട്. പക്ഷേ അത് രാഷ്ട്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഉയർത്താനുള്ളതല്ല, അത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ ഉയർത്താനുള്ളതല്ല, അത് ദൈവത്തിനെതിരെ ഉയർത്താനുള്ള, ദൈവത്തിൻ്റെ നേരെ പ്രാർത്ഥനയിൽ ഉയർത്താനുള്ളതാണ്. പെന്തക്കോസ്ത് സമരത്തിൻ്റെ മാർഗമല്ല, പെന്തക്കോസ്ത് സ്നേഹത്തിൻ്റെ മാർഗമാണ്. പെന്തക്കോസ്ത് അടിയുടെയും ഇടിയുടെയും ബോംബിൻ്റെയും മാർഗമല്ല, പെന്തക്കോസ്ത് സ്നേഹത്തിൻ്റെ മാർഗമാണ്. ഏതെങ്കിലും പെന്തക്കോസ്തിൻ്റെ ക്രൈസ്തവ ദൈവാലയങ്ങൾക്കകത്ത് അടിതട പഠിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പെന്തക്കോസ്തിൻ്റെ ക്രൈസ്തവ ദൈവാലയങ്ങൾക്കകത്ത് ബോംബ് നിർമ്മിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പെന്തക്കോസ്തിൻ്റെ ദൈവാലയങ്ങൾക്കകത്ത്, ക്രൈസ്തവ ദൈവാലയങ്ങൾക്കകത്ത് വടിവാളും ബോംബും സൂക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ല, അത് കാണുകയുമില്ല. കാരണം സുവിശേഷം സമാധാനത്തിൻ്റെതാണ്. ഇന്ന് രാത്രി ഞങ്ങൾ നിന്നെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. സുവിശേഷത്തെ സ്നേഹിക്ക്, സുവിശേഷത്തിലേക്ക് കടന്നുവാ, യേശുവിൻ്റെ മാർഗത്തിലേക്ക് കടന്നുവാ. അവിടെ നിനക്ക് സമാധാനത്തെ നൽകുവാൻ കഴിയുക. ഞാൻ എൻ്റെ സമയം വേഗത്തിൽ പോവുകയാണ്. അമ്മേ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. എങ്ങനെയാണെന്നറിയാമോ? യേശുവിൻ്റെ രക്തം എൻ്റെ പാപങ്ങളെ മോചിക്കുന്നത് കൊണ്ട്, യേശുവിൻ്റെ രക്തം എൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നത് കൊണ്ട്, യേശുവിൻ്റെ സുവിശേഷം എനിക്ക് സമാധാനം നൽകുന്നത് കൊണ്ട്. നാലാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. നാലാമത്തെ ഭാഗം എങ്ങനെയാണ് ദൈവം മനുഷ്യന് സമാധാനം നൽകുന്നത്, അല്ലെങ്കിൽ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുവാൻ കഴിയുന്നത്? റോമാലേഖനം, ഞാൻ ആ വാക്യം വായിച്ച് അതിനെക്കുറിച്ച് 1-2 മിനിറ്റ് സംസാരിച്ച് ഈ വാക്യത്തിൻ്റെ 2ാം ഭാഗത്തിലേക്ക് കയറുകയാണ്. എന്നാൽ ഈ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നതിന് മുൻപേ ഞാൻ ഈ വാക്യത്തിൽ നിന്ന് ശുശ്രൂഷിക്കാം. റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നമ്മുടെ ദൈവ കലക്കത്തിൻ്റെ ദൈവമല്ല, നമ്മുടെ ദൈവ സമാധാനത്തിൻ്റെ ദൈവമാണ്. അവർ ഗോഡ് ഈസ് ഗോഡ് ഓഫ് പീസ്. നമ്മുടെ ദൈവം ആരാണ്? അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ്. നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണെന്ന് എങ്ങനെയാണ് തെളിയിക്കുന്നത്?
ചെയ്യുന്നത്. ദൈവം നമുക്ക് സമാധാനം തരുമെന്ന് ദൈവം എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? അതാണ് റോമാലേഖനം 16:20 സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴേ ചതച്ചു കളയുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്ര, സമാധാനത്തിൻ്റെ ദൈവം നിന്റെ വീട്ടിൽ കയറി ഉച്ചയും കുത്തി നിൽക്കുന്ന പിശാചിനെ നിന്റെ കാലിൻ്റെ കീഴിലിട്ട് ചവിട്ടിക്കളഞ്ഞിട്ട് സ്തോത്ര, ദൈവത്തിൻ്റെ കൃപ നിനക്ക് നൽകുമെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ കാൽ കീഴെ ചതച്ചു കളയുക. ഇന്ന് രാത്രികാല ഞാനിതിനകത്ത് അഭിഷേകത്തിൻ്റെ ശക്തിയിൽ വിളിച്ചു പറയുന്നു, നിനക്ക് നിന്റെ കുടുംബത്തിൻ്റെ സമാധാനം തകർക്കുന്ന ഏതൊരു അന്ധകാര ശക്തി, ഏതൊരു ദേശാന്ധകാര ശക്തി, ഏതൊരു ആഭിചാര, ഏതൊരു മന്ത്രവാദ, നീ സമാധാനത്തോടെ കിടന്നുറങ്ങാതെ നിനക്കെതിരെ വ്യാപരിച്ചു നിൽക്കുന്ന ഏതൊരു ഇരുട്ടിൻ്റെ ശക്തിയാണെങ്കിൽ ഇന്ന് രാത്രി അത് തകർക്കപ്പെടുന്ന രാത്രിയാണ്. അമ്മേ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് ഇറങ്ങുമ്പോൾ സ്ഥിരമായി രാത്രി 10:45-നും 11-നും ഇടയ്ക്ക് ഞങ്ങളുടെ അപ്പുറത്തെ ചേട്ടനൊരു ഒറ്റ വിളിയുണ്ട്, എൻ്റെ അയ്യോ എന്നെ കൊല്ലുന്നേ എന്നൊരു വിളി. രാവിലെ ഞങ്ങൾ ചോദിക്കും, മുരളി ചേട്ടാ എന്തോ പറ്റി, ഇന്നലെ രാത്രി എന്തോ ആയിരുന്നു ബഹളം? അയ്യോ എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ രാത്രി ഭയങ്കര ബഹളമായിരുന്നു. ഒരു രാത്രി 10:45-ന് തുടങ്ങി എൻ്റെ അയ്യോ എന്നെ കൊല്ലുന്നേ എന്നുള്ള വിളി 11:30 തീർന്നില്ല. അവസാനം മുരളിച്ചേട്ടനെ നാട്ടുകാരെല്ലാം കൂടെ വന്ന് പിടിച്ചെടുത്ത് ഏതോ ഒരു മലയെ കൊണ്ടുവന്നു. പിറ്റേന്ന് രാവിലെ പുള്ളി എഴുന്നേറ്റ് നോക്കിയപ്പം കയ്യേലൊരു കറുത്ത ചരട് കിടക്കുന്നു. കറുത്ത ചരട് കിടന്നിട്ട് എന്നും രാത്രി 10:45 ഒരു വിളി വിളിക്കുക, എൻ്റെ അയ്യോ എന്നെ കൊല്ലുന്നേ എന്ന്. എന്താ കാര്യമെന്നറിയാമോ? ഓതിവിട്ട അന്ധകാര ശക്തികളോ, ഓതിവിട്ട പൂജാശക്തികളോ, നേർച്ചയുടെ ആഭിചാര മന്ത്രവാദ ശക്തികളോ, സൂര്യനസ്തമിച്ച് ഇരുട്ടാകുമ്പോൾ പോക്കുവരത്ത് ശക്തികൾ വന്ന് ആക്രമിക്കുകയാണ്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൽ വിശ്വസിച്ച്, ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ രാത്രി 10-നും 11-നും 12-നും 1-നും 2-നും 3-നും അങ്ങേ അറ്റം പോയാൽ കൂർക്കം വിളിക്കാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ തൻ്റെ ഇടത്തോടുകൂടി വിളിച്ചു പറയാ, ഒരു പെന്തക്കോസുകാരന് രാത്രി കിടന്ന് എൻ്റെ അയ്യോ എന്നെ കൊല്ലുന്നെന്ന് വിളിക്കത്തില്ല. അതാണ് പെന്തക്കോസുകാരൻ്റെ ഗ്ലാമർ, അതാണ് പെന്തക്കോസുകാരൻ്റെ അന്തസ്. കരമടിച്ച് സ്തോത്രം. ഞാനൊരു ക്രിസ്ത്യാനിയായതിൽ അഭിമാനിക്കുന്നു. ഞാനൊരു പെന്തക്കോസുകാരനായതിൽ അഭിമാനിക്കുന്നു. ഞാനൊരു സുവിശേഷ പ്രസംഗകനായതിൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I am proud to be the preacher of Christ, the preacher of gospel. സ്തോത്രം. അപ്പോൾ ദൈവം സമാധാനം നൽകുമ്പോൾ പൈശാചിക ശക്തികൾ കീഴടങ്ങും. ഞാൻ വേഗത്തിൽ പൂർത്തീകരിക്കട്ടെ. ആ വാക്യത്തിന് 2 ഭാഗമാണ്. ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും. പക്ഷെ ഉറങ്ങിയാൽ മാത്രം മതിയോ? പോരാ. നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കണം, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണം, കാര്യങ്ങളെ നടത്തിയെടുക്കണം. അതാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, രാവിലെ ഭയം കൂടാതെ എഴുന്നേറ്റ് ഓഫീസിൽ പോകും. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, രാവിലെ ഭയമില്ലാതെ നാട്ടിൽ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഇന്ന് രാത്രി അവൻ നിനക്ക് സമാധാനത്തോടെ ഉറക്കം തരിക മാത്രമല്ല, നാളെ രാവിലെ നീ എഴുന്നേൽക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും ഭയമില്ലാതെ തൻ്റെ ഇടത്തോടെ നെഞ്ചുറപ്പോടെ നിനക്ക് നിൽക്കാൻ നിന്നെ സാധിക്കും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഇന്ന് രാത്രി കരമുയർത്തി പറഞ്ഞേ, എനിക്ക് ഭയമില്ല, എനിക്ക് ഭയമില്ല. 27-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭക്തൻ പറയുകയാണ്, യഹോവ എൻ്റെ രക്ഷയും എൻ്റെ വെളിച്ചവുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ
പേടിക്കും. അകത്ത് കിടക്കുന്നത് ദൈവമാണെങ്കിൽ അവനെ പേടിപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് അത്യുന്നതൻ്റെ മറവിൽ വസിച്ച് സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർത്ത് യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും ബലവും കോട്ടയും എന്ന് പറയുന്ന ഭക്തൻ പറയുകയാണ്. രാത്രിയിലെ ഭയത്തെയോ, പകൽ പറക്കുന്ന അസ്ത്രത്തെയോ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയോ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയോ എനിക്ക് പേടിപ്പാനില്ല, എനിക്ക് ഭയമില്ല. അതുകൊണ്ട് ആ ക്രൈസ്തവ കൈരളി ഇങ്ങനെ പാടും, ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. ജീവിതത്തിൽ ഭയമില്ല. എന്താ കാരണമെന്നറിയാമോ? കർത്താവ് അവനെ നിർഭയം വസിക്കുമാറാക്കുകയാണ്. പക്ഷെ ചോദ്യം, അടുത്ത ചോദ്യം, ദൈവം എങ്ങനെയാ സമാധാനം തരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുക, ദൈവം എങ്ങനെയാ ഭയമില്ലാതാക്കുന്നത്? ദൈവം എങ്ങനെയാ നമ്മുടെ ഭയത്തെ എടുത്തു കളയുന്നത്? ആമേൻ. ഞാൻ ചില വാക്യങ്ങളിൽ കൂടെ വേഗത്തിൽ സഞ്ചരിക്കാം. യെശയ്യാപ്രവചനം 41 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ പറയുകയാണ്, നീ പേടിക്കണ്ട കേട്ടോ, നീ ഭയപ്പെടണ്ട. എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയാമോ? നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ദൈവം ഒരു മനുഷ്യൻ്റെ ഭയത്തെ മാറ്റുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം ഒരു മനുഷ്യൻ്റെ ഭയത്തെ മാറ്റുന്നത് ദൈവം അവൻ്റെ കൂടെ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം 24 വാക്യം, ഇസഹാക്കിൻ്റെ അടുക്കൽ ദൈവം എന്ന് പറയുക, ഇസഹാക്ക് നീ ഭയപ്പെടരുത്, ഞാൻ എന്തുണ്ട്? ഞാൻ നിന്നോടുകൂടെയുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, മോശ എന്ന വയോധികൻ മരിച്ചു. കുട്ടിക്കാലം തുടങ്ങി മോശയുടെ കൈപിടിച്ച് നടന്ന യോശുവ എന്ന ബാലൻ ഇപ്പോൾ നല്ലൊരു പുരുഷനായി മാറി. എന്നാൽ ഒരു ദിവസത്തിൽ മോശ യോശുവയുടെ അടുക്കൽ വിട പറഞ്ഞ് നെബോ എന്ന പർവ്വതത്തിൽ പിസ്ഗ എന്ന കൊടുമുടിയിലേക്ക് നടന്നു പോകുമ്പോൾ, ഇത്രകാലം തുണ നിന്ന മോശ ഒരു പൊട്ടുപോലെ പർവ്വതത്തിൽ മറഞ്ഞു പോകുന്നത് കണ്ട് ഭയത്തോടെ നിന്ന യോശുവയുടെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, യോശുവ നീ പോകുന്ന എല്ലായിടത്തും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് നീ ധൈര്യമുള്ളവനായിരിക്കുക, നീ ഉറപ്പുള്ളവനായിരിക്കുക, നീ ഭയപ്പെടരുത്, നീ ഭ്രമിക്കുകയുമരുത് എന്ന്. കണ്ടോ, ദൈവം ഒരു മനുഷ്യൻ്റെ അടുക്കൽ പറയാ, നീ പേടിക്കാതിരിക്കുന്ന. യോശുവയുടെ അടുക്കൽ, യോശുവ നല്ല വൃദ്ധനാ, യോശുവ നല്ല വാർദ്ധക്യത്തോട് അടുക്കുന്ന സമയമായത്. എന്നാൽ വേറെ ഒരു പ്രവാചകനുണ്ട് ബൈബിളിൽ, യെരമ്യാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. യെരമ്യാവ് എന്ന് പറയുന്ന ആ കുട്ടി പ്രവാചകന്റെ അടുക്കൽ, ആ യൗവനക്കാരൻ്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവ് പറയുക, യെരമ്യാവ് നീ പോയി പ്രവചിക്കണമെന്ന് പറയുകയാണ്. അനാഥോത്ത് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് പുരോഹിതപുത്രനായി നിന്നവൻ ഇന്ന് വരെ പ്രവചിച്ചിട്ടില്ല. ജനത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ തക്കവണ്ണം ശാസ്ത്രിമാരുടെ പ്രബലമായി നിൽക്കുന്ന മുതിർന്ന തലനരച്ച പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് പറയാനുള്ള കെൽപ്പ് തനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ദൈവം പറഞ്ഞു, യെരമ്യാവ് നീ പോയി സംസാരിക്കണം. യെരമ്യാവ് പേടിച്ചു നിന്നപ്പോൾ ദൈവം യെരമ്യാവിൻ്റെ അടുക്കൽ 1 അധ്യായം 8 വാക്യത്തിൽ പറഞ്ഞു, നീ അവരെ പേടിക്കേണ്ട യെരമ്യാവ്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാൽ നീ പേടിക്കേണ്ടി വരത്തില്ല. കാരണം നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനം 43 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുക, യാക്കോബേ നീ പേടിക്കരുത് കേട്ടോ, നീ ഭയപ്പെടരുത്, നീ വീണ്ടെടുക്കപ്പെട്ടവനാ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചവനാ, നീ എനിക്കുള്ളവനാ. എന്നിട്ട് അടുത്തതായിട്ട് പറയുക, ജീവിതത്തിൽ നീ വെള്ളത്തിൽ കൂടി കടക്കാം, പക്ഷേ നീ ഏകനാകത്തില്ല. നീ തീയിൽ കൂടി കടക്കോ, പക്ഷേ നീ ഒറ്റയ്ക്കാകത്തില്ല. അവ നിന്റെ മീതെ കവിയാതെ, നീ വെന്തുപോകാതെ, നിന്നെ ദഹിപ്പിക്കാതെ ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. ഇന്ന് രാത്രി നീ അറിയണം ദൈവ പൈതലേ, യേശു കർത്താവ് ഭൂമിയിൽ ശിഷ്യന്മാർക്ക് നൽകിയ വാഗ്ദത്തങ്ങളിൽ ഏറ്റവും സമുന്നതമായ വാഗ്ദത്തം കണ്ടാലും ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോടുകൂടെ ഇരിക്കുക, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇന്ന് രാത്രി നീ ഭയപ്പെടരുത്, നീ ആകുലപ്പെടരുത്. അതുകൊണ്ടാണ് ഭക്തന്മാർ പാടിയത്, താൻ വാഴുകയാൽ എനിക്ക് ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല, കാരണം എൻ്റെ ഭാവിയെല്ലാം ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. ഇന്ന് രാത്രി ഭയത്തിൽ
ഭയത്തിന് എന്നിൽ സ്ഥാനമില്ല. കാരണം തീയിൽ കൂടി കടന്നാൽ, വെള്ളത്തിൽ കൂടി കടന്നാൽ, നദികളിൽ മുങ്ങിപ്പോകാതെ, അഗ്നിയിൽ ദഹിച്ചു പോകാതെ എന്നെ കരുതുന്ന, എന്നെ സൂക്ഷിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഇന്ന് രാത്രി നീ ഭയപ്പെടാതിരിക്കാൻ ഒരു കാരണം, ആരൊക്കെ നിന്നെ കൈവിട്ടാൽ, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാൽ, ആരൊക്കെ നിന്നെ മറന്നുപോയാൽ, നിന്നെ മറക്കാതെ നിന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? ഒരു പക്ഷേ മറന്നുപോയേക്കാം. അവൾക്കൊരു അൽഷിമേഴ്സ് ബാധിച്ചേക്ക്, അവൾക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ട്, അവൾക്ക് സോഡിയം കുറഞ്ഞാൽ, ഒരമ്മയ്ക്ക് താൻ ജനിപ്പിച്ച കുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിയാതെ വന്നേക്കാം. അവളുടെ മാനസിക നില തെറ്റിപ്പോയാൽ അവളുടെ കുഞ്ഞിനെ അവൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ വന്നേക്കാം. പക്ഷേ കർത്താവ് പറയുകയാണ്, ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? മറന്നാൽ ഞാൻ നിന്നെ മറന്നു കളയുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ ഏകനായി വിടുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കുക. ചൂരച്ചെടിയുടെ നടുവിൽ ചുവട്ടിൽ നീ കിടന്നാൽ, ഗുഹയ്ക്കകത്ത് നീ ഇരുന്നാൽ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കുക. ഒരിക്കൽ ഭക്തൻ പറഞ്ഞു, ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒളിച്ച് എനിക്ക് പോകാനൊരിടമില്ല. സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്നാൽ അവിടെ ആ കരത്തെ എനിക്ക് കാണുവാൻ കഴിയും. പാതാളത്തിൻ്റെ ആഴത്തിൽ ഞാൻ കിടക്ക വിരിച്ചാൽ അവിടെ ഞാൻ സാന്നിധ്യം അറിയാം. ഇന്ന് രാത്രി നിന്നെ കൈവിടാതെ നിന്റെ കൂടെ നിൽക്കുന്ന ഒരു യേശു നിനക്കുണ്ട്. ആകയാൽ നീ ഭയപ്പെടരുത്. ഒന്ന്, നീ പേടിക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം, നീ എവിടെയായാലും ഏത് സാഹചര്യത്തിലായാലും ദൈവം നിന്നോട് കൂടെയുണ്ട്. യേശുവിന് മറ്റൊരു പേരുണ്ട്. എന്താണ് ആ പേരെന്നറിയാമോ? 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, യേശു ജനിക്കുന്നതിന് 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേലിലെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിൻ്റെ അടുക്കൽ ദൈവം പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കാം, അവന് പേര് വിളിക്കുമ്പോൾ ഇങ്ങനെ പേര് വിളിക്കണം, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കണം. യേശു എന്നാൽ ഇമ്മാനുവേൽ എന്നാണ്. ഇമ്മാനുവേൽ എന്നാൽ അവൻ ദൈവം നമ്മോടുകൂടെ എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഇമ്മാനുവേൽ നിന്നോടുകൂടെ, ഇമ്മാനുവേൽ ദൈവം നിന്നോടുകൂടെ. നീ അനാഥനല്ല, നീ ഏകനല്ല, നീ ഒറ്റപ്പെട്ടവനല്ല. നീ നടക്കുന്ന വഴി അവൻ അറിയുന്നുണ്ട്, നിന്റെ സഞ്ചാര പദങ്ങളെ അവൻ അറിയുന്നുണ്ട്. നീ തീയിൽ വെന്തുപോകത്തില്ല, അഗ്നി നിന്നെ ദഹിപ്പിക്കത്തില്ല, നദി നിന്നെ മുക്കത്തില്ല, വെള്ളം നിന്റെ മീതെ കവിയുകയില്ല. കാരണം നീ പേടിക്കരുത്, ദൈവം നിന്നോടുകൂടെ. കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാൽ നീ അധൈര്യപ്പെടരുത്, ദൈവം നിന്നോടുകൂടെ. എന്നാൽ ദൈവം കൂടിയിരിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, യെശയ്യാ പ്രവചനം 41-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. യെശയ്യാ 41:10, ആമേൻ, നീ ഭയപ്പെടരുത്, നീ പേടിക്കരുത്. എന്താ കാര്യമെന്നറിയാമോ? ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കുക, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയാ, നിന്റെ അവസ്ഥ അറിഞ്ഞ് ഞാൻ നിന്റെ കൂടെ നിൽക്കാം. നീ ബലഹീനനാകുമ്പോൾ ഞാൻ നിന്നെ താങ്ങും, നിനക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ നിന്നെ സഹായിക്കാം. നിന്റെ ജീവിതത്തിലെല്ലാം തകർന്നുവെന്ന് തോന്നുമ്പോൾ ഞാൻ നിന്നെ ശക്തീകരിക്കുക. ഇന്ന് രാത്രി നീ ഭയപ്പെടരുത്. നിന്റെ അവസ്ഥകളെ അറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. എന്നെ സഹായിക്കണമെങ്കിൽ അവൻ സഹായിക്കുക, എന്നെ ശക്തീകരിക്കണമെങ്കിൽ അവൻ ശക്തീകരിക്കുക, എന്നെ താങ്ങണമെങ്കിൽ അവൻ താങ്ങുക. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, നീ എന്തിനാ പേടിക്കുന്നേ? നിന്റെ അവസ്ഥ ഏതായിരുന്നാലും അമ്മേ, ശങ്ക കൂടാതെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരുത്തനാണ് നിന്റെ കൂടെയുള്ളത്. ഇന്ന് രാത്രി യേശു നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കപ്പെടത്തില്ല. അതിനപ്പുറം ഞാൻ ഇങ്ങനെ പറയാം, നിന്റെ അവസ്ഥ അറിഞ്ഞ് നിന്നെ സഹായിക്കുന്ന, ഏത് സാഹചര്യത്തിൽ നിനക്ക് തുണ നിൽക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. മൂന്നാമതായി ഞാനൊരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നീ ഭയപ്പെടരുത് കേട്ടോ, നീ ഭയപ്പെടരുത്. ഒരു പെന്തക്കോസുകാരന്, ഒരു ദൈവ പൈതലിന്, ഒരു രക്ഷിക്കപ്പെട്ടവന്, ഒരു മാനസാന്തരപ്പെട്ടവന്, ഒരു സ്നാനപ്പെട്ടവന്, അതിനപ്പുറം വ്യക്തമായി പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തലയിൽ വീണ് അവൻ്റെ കൃപയകത്ത് വന്നവന് ഭയപ്പെടാനൊരു സാധ്യതയില്ല. കാരണം തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്, അവൻ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയോ സ്നേഹത്തിൻ്റെയോ സുബോധത്തിൻ്റെയോ ആത്മാവിനെ അത്രേ. ഇന്ന് രാത്രി നിനക്ക് ഭയപ്പെടുവാൻ കഴിയത്തില്ല. കാരണം നിന്റെ അകത്ത് ദൈവം ഒരു ആത്മാവിനെ തന്നോ, നിന്റെ അകത്ത് ദൈവം ഒരു സ്പിരിറ്റിനെ തന്നോ. ആ സ്പിരിറ്റ് ഭയത്തിൻ്റെ സ്പിരിറ്റ്
സ്പിരിറ്റ് അല്ല. ആ സ്പിരിറ്റ് പേടിക്കാനുള്ള സ്പിരിറ്റ് അല്ല. ആ സ്പിരിറ്റ് ബലത്തിൻ്റെ സ്പിരിറ്റാണ്. ആ സ്പിരിറ്റ് ശക്തിയുടെ ആത്മാവാണ്. ഇന്ന് രാത്രി നീ പേടിക്കത്തില്ല. യഹോവ നിന്റെ രക്ഷയാണ്. യഹോവ നിന്റെ വെളിച്ചമാണ്. ഇന്ന് രാത്രി അതരം തുറന്ന് വിളിച്ചു പറഞ്ഞാട്ട്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. എന്നെ നിർഭയമായി സൂക്ഷിക്കുന്ന, ഭയം കൂടാതെ കാവൽ ചെയ്യുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്ത് നീ രോഗിയാണോ, നീ പാപിയാണോ, നീ പൈശാചിക പോരാട്ടങ്ങളിൽ അലട്ടപ്പെടുന്നവനാണോ, ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ഈ രാത്രി നിന്റെ വിടുതലിൻ്റെ രാത്രിയാകട്ടെ. ഈ രാത്രി നിന്റെ സൗഖ്യത്തിൻ്റെ രാത്രിയാകട്ടെ. അടഞ്ഞ കണ്ണുകളോടെ ചില മിനിറ്റുകൾ എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് രാത്രി നിന്റെ സമാധാനത്തെ തകർക്കുന്ന ഏത് വിഷയമായിരുന്നാലും ഈ രാത്രി ഇതിനകത്ത് പരിഹാരത്തിൻ്റെ രാത്രിയാണ്. ഈ രാത്രി ഇതിനകത്ത് വിടുതലിൻ്റെ രാത്രിയാണ്. അവൻ നിന്റെ അകർത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇന്ന് രാത്രി നിന്റെ സമാധാനം തകരുന്ന വിഷയം ഏതായിരുന്നാലും ഈ രാത്രി സ്വർഗം നിന്നെ സൗഖ്യമാക്കുകയാണ്. ഈ രാത്രി നിന്റെ സമാധാനം തകരുന്ന വിഷയം ഏതായിരുന്നാലും ഈ രാത്രി ദൈവം നിന്നെ തൊടുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ സമാധാനം തകർക്കപ്പെടുന്ന വിഷയം എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ കുടുംബത്തിൻ്റെ സമാധാനം തകർക്കപ്പെടുന്ന വിഷയം അതെന്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ സാമ്പത്തിക തകർച്ചയായിരിക്കാം, ഒരുപക്ഷെ ശാരീരിക രോഗങ്ങളായിരിക്കാം, ഒരുപക്ഷെ മാനസിക സമ്മർദ്ദങ്ങളായിരിക്കാം, ഒരുപക്ഷെ പൈശാചിക പോരുകളായിരിക്കാം. ഈ രാത്രി യേശു നിന്നെ തൊടുന്ന രാത്രിയാണ്. ഈ രാത്രി യേശു നിന്നെ തൊടുന്ന രാത്രിയാണ്. നീ സമാധാനത്തോടെ കിടന്നുറങ്ങോ. നീ നിർഭയം കൂടാതെ വസിക്കോ. ഇന്ന് രാത്രി എത്ര പേർ വിളിച്ചു പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങോ, ഞാൻ ഭയം കൂടാതെ ജീവിക്കോ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങോ, ഞാൻ ഭയം കൂടാതെ ജീവിക്കോ. കാരണം എനിക്ക് യേശുവുണ്ട്, എനിക്ക് യേശുവുണ്ട്. ഞാൻ ആകുലനാകുവാൻ മനമേ ഇനി കാര്യമില്ല. ഞാൻ ആകുലനാകുവാൻ മനമേ ഇനി കാര്യമില്ല. ഞാൻ ആകുലനാകുവാൻ എനിക്കൊരു കാര്യവുമില്ല. കാരണം എനിക്ക് യേശുവുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി ആദരം തുറന്ന് വിളിച്ചു പറഞ്ഞാണ്ട് ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഭയപ്പെടത്തില്ല. Rama